ആഭാസം ആർഭാടം എന്നൊക്കെ പറഞ്ഞാൽ അന്തസ്സില്ലാത്തത് എന്നാണ് സാഹിത്യത്തിൽ അതിന്റെ ഉദ്ദേശ്യം. അർത്ഥശൂന്യമായത് എന്തോ, തെളിവുകളില്ലാത്തതെന്തോ, അന്തസ്സില്ലാത്തതെന്തോ, ദുരാചാരങ്ങളായി വിശേഷിപ്പിക്കപ്പെടുന്നത് എന്തോ, പൊങ്ങച്ചത്തിനു വേണ്ടിയുള്ള യാന്ത്രികമായ മുന്നേറ്റങ്ങളിൽ മനുഷ്യൻ നടത്തുന്ന പരിശ്രമ പ്രവർത്തനങ്ങൾ എന്തോ, അതൊക്കെയാണ് സത്യത്തിൽ ആഭാസം ആർഭാടം എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ പരിധിയിൽ കടന്നു വരുന്നത്. മനുഷ്യൻ എന്ന് പറയുന്നത് സത്യത്തിൽ ഈ ശരീരമല്ല എന്നത് ഒരു നഗ്ന പരമാർത്ഥമാണ്. ഈ പ്രദേശത്ത് നിന്ന് ഏതൊരു സുഹൃത്ത് ഗൾഫിലേക്ക് യാത്ര പോയി എത്തിയ ഉടനെ തന്നെ അവന് നിന്റെ വാപ്പ ആകസ്മികമായി മരിച്ചിരിക്കുന്നു, പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞാൽ ഉടനെ ടിക്കറ്റ് എടുത്ത് തിരിച്ച് നാട്ടിൽ വന്ന ഈ ചെറുപ്പക്കാരൻ കരിപ്പൂരിലോ നെടുമ്പാശ്ശേരി എയർപോർട്ടിലോ പോയി അവനെ യാത്രയാക്കിയിട്ടുള്ള പ്രിയങ്കനായ ഉപ്പയുടെ മയ്യത്തിന്റെ മുമ്പിൽ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയുന്നു, എന്റെ വാപ്പ പോയല്ലോ എന്ന്. ഞാൻ അത്ഭുതപ്പെടുകയാണ്. തന്റെ പ്രിയപ്പെട്ട മകനെ കരിപ്പൂർ എയർപോർട്ടിൽ അല്ലെങ്കിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പോയി യാത്രയക്കുമ്പോൾ ഈ പ്രിയപ്പെട്ട മകൻ വാപ്പ എന്ന് പറയുന്ന ഈ ശരീരത്തിൽ എന്തൊക്കെ കണ്ടിരുന്നോ അതൊക്കെ ഇപ്പോഴും കാണുന്നുണ്ട്. മരിച്ചു കിടക്കുന്ന ഈ വാപ്പയെ പരിശോധിച്ചാൽ പോകുന്ന സമയത്ത് എന്തൊക്കെ അവൻ കണ്ടിരുന്നോ അതൊക്കെ ഇപ്പോഴും കാണുന്നുണ്ട്. എന്നാലും ഇവൻ പറയുന്നത് എന്റെ വാപ്പ പോയല്ലോ എന്ന്. അപ്പോൾ ഇവൻ വാപ്പ എന്ന് പറയുമ്പോൾ ഉൾക്കൊണ്ടിരുന്നതും മനസ്സിലാക്കിയിരുന്നതും ഈ ശരീരമല്ല എന്നത് എല്ലാവർക്കും മനസ്സിലാകുന്ന ഈ നാടൻ ഉദാഹരണത്തിലൂടെ നിഷ്പ്രയാസം ഇത് ബോധ്യപ്പെടുന്നതാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആ വാക്ക് നേരെ ചൊവ്വേ പോയി തറക്കുന്നത് ഈ ബോഡിയിലേക്കല്ല, ആത്മാവിലേക്കാണ്. അതുകൊണ്ട് അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാം മുതൽ മഹാനരായ അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ പഴമയുടെ നാടാണെന്നും പാതിരാവാളിന്റെ ഗ്രാമാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ ഞാൻ മറന്നിട്ട് കുറച്ച് നേരത്തെ എത്തിയതാണ്. പാതിരാവാളുള്ള സ്ഥലമാണിത്. അതുകൊണ്ടാണ് തുടക്കത്തിൽ ഇത്തിരി ആളുകൾ കുറച്ച് കുറവാണെങ്കിൽ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുക. ആ പഴമയിൽ ഏറ്റവും വലിയ പ്രതാപമായി ഞാൻ പ്രതീക്ഷിക്കുന്നതും നിങ്ങളിരുന്ന് തേടുന്നതും മുസ്തഫ നബിയുടെ മേൽ ആണുങ്ങളൊക്കെ ഉച്ചൈസ്തരം സലാത്ത് ചൊല്ലണം എന്നത് തന്നെയാണ്. അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. ആണുങ്ങളൊക്കെ ഉറക്കെ സലാത്ത് ചൊല്ലണം. നേരത്തെ ബഹുമാന്യനായ പ്രസിഡന്റ് മമ്മൂട്ടി ഹാജി സാഹിബ് സൂചിപ്പിച്ചതുപോലെ നാടൊട്ടുക്ക് മുസീബത്ത് വ്യാപിച്ചൊരു കാലമാണ്. എല്ലാത്തിനും ഒറ്റമൂലിക പരിഹാരമാണ് മുസ്തഫ നബിയുടെ മേലുള്ള സലാത്ത്. അതുകൊണ്ട് ഉറക്കെ അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം النبي صلوا عليه صلوات الله عليه وينال البركة كل من صلى عليه وينال البركة كل من صلى عليه الله 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 ഹൃദയത്തിന്റെ അലങ്കാരമേ, പ്രപഞ്ചത്തിന്റെ ഗുരുവേ, വിശ്വാധ്യാപകരെ, മാനസങ്ങളുടെ സംസാരത്തിന്റെ മുദ്രാവാക്യമേ, മക്കയിൽ ഉദിച്ച പ്രഭയെ, മദീനയിൽ നിദ്ര കൊള്ളുന്ന നിലാവ്, അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള അമ്പിയാക്കൾ മുഴുവനും നിയോഗിക്കപ്പെട്ടത് അത് ഒരേ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ്. അത് ആത്മാവിന്റെ കാര്യമാണ്. ആത്മാവിന്റെ കാര്യമാണ്. മുസ്തഫ നബി ഭൂമിയിൽ വന്നിട്ട് ഇവിടെ കൊത്തുപണി നടത്തി. എവിടെയാ കൊത്തുപണി നടത്തിയത്? സിദ്ദീഖിന്റെ കൽബകത്താണ്.
അത് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കൽബകത്താണ്, അത് ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ കൽബകത്താണ്, അത് അലി ഇബ്നു അബീ ത്വാലിബിന്റെ കൽബിനകത്താണ്, അത് ബിലാലിന്റെ കൽബകത്താണ്. അപ്പോഴല്ലേ ലോകം വേണ്ട എന്ന് പറഞ്ഞ് വലിച്ചെറിയപ്പെട്ടിരുന്ന മണ്ണ്, പെണ്ണ്, കല്ല്, പൊന്ന് എന്ന ജീവിതാജണ്ടയാക്കി മാറിയ കപടന്മാരായ ഒരു വിഭാഗത്തിന്റെ പേര് കേൾക്കുമ്പോഴല്ലേ ഇന്ന് നമ്മൾ റളിയല്ലാഹു അൻഹു എന്ന് ചൊല്ലുന്നത്. കാരണം അവരുടെ ഇടയിൽ ഇറങ്ങിയിട്ട് ആത്മാവിന്റെ ഒരു കൊത്തുപണി നടത്തി, ത്തിന്റെ പ്രവർത്തനം നടത്തിയില്ലേ മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ ഹബീബ് വന്നപ്പോൾ ബിലാൽ റളിയല്ലാഹു തആല മാറി, ഉമർ ഇബ്നുൽ ഖത്താബ് മാറി. പക്ഷേ എവിടെ മാറി? റസൂലുള്ളാഹി വന്നപ്പോഴേക്കും മുഖത്താവിന്റെ ശരീരം കുറഞ്ഞോ? നീളം കുറഞ്ഞോ? വീതി കുറഞ്ഞോ? മുഖത്താവിന്റെ പുഷ്ടി കുറഞ്ഞോ? മുഖത്താവിന്റെ കളർ മാറിയോ? പക്ഷെ ഉമർ മാറി. ചിന്തിക്കണേ, ആ മാറ്റാണെന്ന് ഇല്ലാത്തത്, ആ മാറ്റാണെന്ന് വേണ്ടത്, ആ മാറ്റമാണെന്ന് വേണ്ടത്. സുബ്ഹാനല്ലാഹ്. കേരളത്തിൽ പെൺകുട്ടികളെ കൊണ്ട് ലൈംഗിക പീഡനം അധികരിച്ച കാലത്ത് ലൈംഗിക പീഡനത്തിന് കടന്നു വരുന്നവരെ പ്രതികരിക്കാൻ വേണ്ടി ഒരുത്തൻ അഭ്യാസം പഠിപ്പിച്ചു. 100 സ്കൂളിലായിട്ട് അഭ്യാസം പഠിപ്പിച്ചു. മനോരമ റിപ്പോർട്ട് ചെയ്ത വാർത്തയാ. 100 സ്കൂളിലായിട്ട് അഭ്യാസം പഠിപ്പിച്ചു. അതിനുവേണ്ടി ഒരുത്തനെ കാശ് കൊടുത്തുകൊണ്ട് നിയോഗിച്ചു. നോക്കുമ്പോ ഈ 100 സ്കൂളിലും അഭ്യാസം പഠിപ്പിക്കുന്ന പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചു. ഇനി എന്താ ചെയ്യാ? ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ അഭ്യാസം പഠിക്കാൻ വേണ്ടി ഇവർ ഒരുങ്ങിയത്. അപ്പൊ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പോയ ഗുരു അഭ്യാസത്തിനിടയിൽ കുട്ടികളെ ഗർഭിണികളാക്കുകയാ. അപ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കേണ്ടത് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയടക്കമുള്ള അമ്പിയാക്കളുടെ നിയോഗ ലക്ഷ്യമെന്താണ്? അത് ശരീരത്തിന്റെ പുഷ്ടിയല്ല, അത് കുടുംബത്തിന്റെ പുഷ്ടിയല്ല, അത് സാമ്പത്തികമായ അഭിവൃദ്ധിയല്ല, അത് മനുഷ്യന്റെ മനസ്സങ്ങളുടെ സംസ്കരണമാണ്. ഏത് പോലീസുകാരും നിയോഗിച്ചില്ല, എത്ര പട്ടാളക്കാരുണ്ടായിരിക്കുന്നില്ല, എത്ര ജയിലറുണ്ടായിരിക്കുന്നില്ല. പണി നടക്കേണ്ടത് കൽബിലാണ്, പണി നടക്കേണ്ടത് കൽബിലാണ്. ഇത് പറയുമ്പോ ചിലപ്പോഴൊക്കെ ഒരു ഉദാഹരണം പറയാറുണ്ട്. ഞാൻ ആദ്യം രാവിലെ പുറയിൽ എണീറ്റിട്ട് ഒളു ചെയ്യാൻ വേണ്ടി പൈപ്പ് തുറന്നു. അപ്പൊ ചളിവെള്ളാണ് വരുന്നത്. എന്താ ചെയ്യാ? ടേപ്പ് മാറ്റിയിട്ട് കാര്യമുണ്ടോ? ഞാൻ പുതിയൊരു ടാപ്പ് വെച്ച് തുറന്നു, പിന്നെയും ചളിവെള്ളം. അപ്പൊ ഞാൻ ഗോൾഡിന്റെ ടാപ്പ് വെച്ചിട്ട് തുറന്നു, അപ്പോഴും ചളിവെള്ളം. ഇതാണ് മർമ്മത്തിൽ പണിയെടുക്കുന്നത്. ഇവിടെ എവിടെ കുഴപ്പമുള്ളത്? ഞാൻ വണ്ടി എടുത്തപ്പോ വണ്ടി അങ്ങനെ സ്റ്റാർട്ട് ചെയ്യണില്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് പോയിട്ട് ബോഡിക്ക് കളർ മാറ്റി, വണ്ടിന്റെ കളർ മാറ്റി, എന്നാ വണ്ടി പോവാ. എവിടെയാണോ ട്രബിള് അവിടെയാണോ ചികിത്സ വേണ്ടത്? അതിന്നില്ല. ടാപ്പ് തുറന്നിട്ട് ചളിവെള്ളം വരുമ്പോ മാറ്റേണ്ടത് പൈപ്പും ടാപ്പൊന്നല്ല, മറിച്ച് ടാങ്കിന്റെ മുകളിൽ കയറണം. ടാങ്കിന്റെ മുകളിൽ കയറണം. ചിന്തിക്കണേ ചെറുപ്പക്കാരാ. അതല്ലേ ലഹരിയുടെ ആഭാസകണ്ണയിൽ ഊളാകുളിട്ടിരുന്ന ലഹരി എന്ന വിഷയത്തെ തലയിലേക്ക് ഭ്രമമാക്കി മാറ്റിയ, കള്ളിന്റെ പീപ്പയിൽ ചത്തുകിടക്കുന്ന പ്രാണികളുടെ ചിറക് പിടിച്ചുകൊണ്ട് പ്രാണി നീ എത്ര ഭാഗ്യവതിയാ. കള്ളുകുടിച്ചുകൊണ്ട് ചത്തുപോവാൻ ഞാൻ ആഗ്രഹിച്ചിട്ട് കാലങ്ങളേറെയായി. ഇന്ന് വരെ കള്ളുകുടിച്ചുകൊണ്ട് ചാകാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. കള്ളുകുടിച്ചുകൊണ്ട് ശ്വാസം മുട്ടിയിട്ട് ചത്തുപോവാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള നീ എത്ര ഭാഗ്യവതിയാണ് എന്ന് കള്ളിന്റെ പാനപാത്രത്തിൽ പീപ്പയിൽ ചത്തുകിടക്കുന്ന പ്രാണികളുടെ ചിറക് പിടിച്ചു നിർത്തിയിട്ട് പാട്ടുപാടിയിരുന്ന അറബികളല്ലയോ കള്ളുവിന്റെ ബദ്ധവൈരികളായി മാറിയത്? കാരണം പോലീസിനെ പേടിച്ചിട്ടല്ല, പട്ടാളത്തെ പേടിച്ചിട്ടല്ല, ജയിലറയിലെ ഏകാന്തവാസത്തിന്റെ പീഡനം ഓർത്ത് പേടിച്ചിട്ടല്ല,
മറിച്ചോ അവരുടെ ഉള്ളിന്റെ കൽപ്പറക്കകത്ത് പണിയെടുത്തില്ലേ, സത്യത്തിന്റെ പടപ്പാട്ട് പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടിയില്ലേ, വിശ്വമാന വികാതയുടെ വിമോചന ഗീതമേ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. ഇടയിൽ നല്ല ദിവസം ഉണ്ടായിരുന്നു, ഞങ്ങളെ ഇത് കൊടുത്തപ്പോ പിന്നോട് പോയി ഇടയിൽ വന്ന അതേ എന്നും പരിപാടില്ല. നിങ്ങളടുത്ത് സാധനം ഉണ്ട് ശരിയായിട്ടാണ്, ഇടയിൽ നിങ്ങൾ ഉഷാറാക്കി അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. ഒന്നുറേ മുഹമ്മദ് മുസ്തഫ. പോരാ പോരാ നബിയുന മുഹമ്മദ് മുസ്തഫ. इस आस पर जीता हो कह दे ये कोई या करे, चल तुझको मदीने में अल्लाह बुलाता है, अल्लाह खजानों के मालिक नबी सरवर, अल्लाह खजानों के मालिक नबी सरवर. इस आस पर जीता दे कोई या करे, चल तुझको मदीने में अल्लाह बुलाता है. പ്രശ്നങ്ങൾ നിറഞ്ഞ കാലത്തെ ആഭാസമേളയിൽ മനുഷ്യൻ അഹങ്കാരിയാകുന്ന കാലത്ത് കയ്യൂക്കുള്ളവൻ കാര്യക്കാരനെന്ന കാട്ടിനീര് നാട്ടിൽ നടപ്പിലാക്കുന്ന കേമന്മാരും മനുഷ്യ കശ്മലന്മാരായി കഴിയുന്ന ഈ കാലത്ത് 7 വയസ്സായ പെൺകുടി പോലും 70കാരനെ കൊണ്ട് ക്രൂരമായി ലൈംഗിക പീഡനത്തിന് വിധേയാകുന്ന ഈ കാലത്ത് 2.5 വയസ്സുള്ള കൊട്ടാപ്പൊട്ടുന്ന പൈതലിനെ പട്ടാപ്പകലിന്റെ നട്ടുച്ചയിൽ വികാര പൂർത്തീകരണത്തിന്റെ പാവയാക്കി ക്രൂരമായി പരിക്കേൽപ്പിച്ചിട്ട് മതേതരത്വ ജനാധിപത്യ രാഷ്ട്രത്തിന്റെ അധികാരത്താൽ അത്യുന്നത സ്വാഭാവത്തിലായിരിക്കുന്ന മന്ത്രി ഭൂഗവന്മാരുടെ മൂക്കിന്റെ താഴേക്ക് വലിച്ചെറിയുന്ന ഈ കാലത്ത് ആഭാസത്തിൽ നിന്ന് ആത്മീയതയിലേക്ക് എന്ന പരിശുദ്ധമായ വിഷയത്തെ നാം അന്വേഷിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അതല്ലേ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം കഅബ മന്ദിരത്തിന്റെ പണിയെടുക്കുമ്പോ ഇസ്മായിൽ അതിനെ സഹായിക്കുമ്പോൾ വിശുദ്ധമായ കഅബ മന്ദിരത്തിന്റെ പുനർപ്രവർത്തനം നടത്തുകയാണ് അല്ലാഹുവിന്റെ ഖലീല് തന്റെ പ്രിയപ്പെട്ട മകനായ ഇസ്മായിൽ തന്റെ പിരടിയിൽ വാപ്പച്ചിയെ സഹായിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ സമയത്തല്ലേ ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്തത്, റബ്ബനാ വബഅിം റസൂല റബ്ബനാ വബഅിം റസൂലൻ യത്ലൂ അലൈഹിം വയുഅല്ലിമുഹുമുൽ പടച്ചവനെ അവരിലായ ഒരു പ്രവാചകനെ നിയോഗിക്കണേ. ഇബ്രാഹിം നിങ്ങളായിട്ട് ഇപ്പോഴാണ് ഉഷാറാണ്. ഞാൻ ആൾക്ക് അല്ല ആടിന്റെ കരച്ചിലല്ല, എനിക്കൊരു ജീവിന്റെ പ്രയാസം എന്ന് പറയാൻ ഭയങ്കര പ്രശ്നം. ഒരു ജീവിയെ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നില്ല, നമ്മളാവശ്യമുള്ള ജീവിതം അതിനെ സ്വസ്ഥായിട്ട് വന്ന് പരസ്പരം പിടിക്കും. എനിക്ക് നല്ല ജീവികളാണ് പ്രയാസം ഒന്നുകിൽ അതിനെ കൂട്ടാൻ വെക്കുക, അല്ലെങ്കിൽ അതിനെ ഉപദ്രവിക്കാൻ. ആയിക്കോട്ടെ, ലേലം വിളിച്ചാൽ മതി. അതിന് എന്തായാലും ബുദ്ധിമുട്ടുണ്ടാവില്ല.
ആൾക്കാരെ അതിന് ഈ ശബ്ദം മുസ്തഫാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം കുട്ടികളെ കരച്ചിലേക്കാൻ നിസ്കാരം ചുരുക്കുന്ന ഐനുർ റഹ്മത്തായ മുഹമ്മദ് മുസ്തഫ ഈ റഹ്മത്താണ് പോയതാണ്. പൊതുവെ ഇന്ന് റഹ്മത്ത് പോയി. കാരുണ്യം, അലിവ്, സ്നേഹം, കാരുണ്യം അതുകൊണ്ട് കൽബിന്ന് പോയി. ഇന്നിപ്പോ അവര് ആക്സിഡന്റ് ഉണ്ടായി, തല പൊളിഞ്ഞിട്ട് കിടക്കുക. അപ്പൊ സ്നേഹിതന്മാരെ വിളിച്ചു വിട്ടത് മൊബൈൽ പകർത്താൻ എടുക്കണതിന് മുമ്പ് എല്ലാവരും മൊബൈലിൽ കിട്ടണം. അതിനുള്ള ധൃതിയാണ്. ട്രെയിൻ അപകടത്തിൽ ഒരു സഹോദരി പുറത്തേക്ക് കൈയിട്ട് എന്നെ സഹായിക്കണേ പറഞ്ഞിട്ട് അടുത്തുകൂടി പോകുന്ന ആളെ വിരലങ്ങട്ട് വെട്ടിക്കൊണ്ടേ. കാരണം അതിന് മോതിരം കണ്ടു, കൈവരലും സ്വർണത്തിന് മോതിരം കണ്ടു. അപ്പൊ പെണ്ണിന്റെ കൈവരലിൽ കണ്ട സ്വർണ്ണമോതിരം മോഹിച്ചുകൊണ്ട് ജീവന് വേണ്ടി പുറത്തേക്ക് കൈയിട്ട് കെഞ്ചിയ പെണ്ണൊരുത്തിയുടെ കൈ വെട്ടിക്കൊണ്ടുപോയി മോഷ്ടിച്ച കള്ളന്മാരെ പോറ്റുന്ന മലയാളികളെ ചിന്തിക്കണേ. തുറന്നൊന്നെ നോക്കൊന്നേ മൂട ഉൾസാരം വന്നാലുറങ്ങാമോ കേടാ. പകൽ കണ്ണാടച്ചാലീരുളാമോ പോട്ട പന്തം പീടിച്ചാൽ വജ്റാമോ പൊട്ട. അകക്കൺ തുറന്നൊന്നെ നോക്കൊന്നേ മൂട ഉൾസാരം വന്നാലുറങ്ങാമോ കേടാ. പകൽ കണ്ണാടച്ചാലീരുളാമോ പോട്ട പന്തം പീടിച്ചാൽ വജ്റാമോ പൊട്ട. പൊട്ടാനി മുന്നിതുള്ളി പിഞ്ചോരെ കാട്ടാത്ത പിന്നീട് കാട്ടം ചുമന്നോര് കോട്ട. പെട്ടെന്ന് ചത്താൽ ചകമല്ലേ പോട്ട പറഞ്ഞോട് ബഹുമാനം പൊട്ട. എന്റെ പല പ്രഭാഷണങ്ങളിലും ഞാൻ ഉദ്ധരിക്കുന്ന കവിതയാണ് ഇത്. ഞാൻ പറയുന്നത് ചിന്തയുടെ വാതായനങ്ങൾ തുറന്നു വെക്കാനാണ്. ഇന്ന് പറച്ചിലിന് പഞ്ഞമില്ല, കേൾവിക്ക് കുറവില്ല. പറച്ചിലിന് കുറവില്ല. കുറവുള്ളത് ചില്ലറയ്ക്ക് മാത്രമാണ്. അതുകൊണ്ട് ചിന്തിക്കണേ. മഹാനരായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അന ദഅവത്തു അബി ഇബ്രാഹിം, ഞാൻ എന്റെ പൊന്നുവാപ്പ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ദുആക്ക് ഉത്തരമാണ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് പറഞ്ഞതിന്റെ പൊരുൾ? പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇബ്രാഹിം നബി എന്ന് ദുആ ചെയ്തിട്ടില്ലെങ്കിൽ മുസ്തഫ നബി ഭൂമിയിലേക്ക് വരൂല എന്നല്ല. അങ്ങനെയല്ല ഹദീസിന്റെ അർത്ഥം. പിന്നെ എന്താണ് പറഞ്ഞത്? മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകത്തിനാകമാനം കാരുണ്യമാണ് മുസ്തഫ നബി. അതുകൊണ്ട് മുസ്തഫ നബി ഇന്ത്യയിലും വരാ, പാകിസ്ഥാനിലും വരാ, അഫ്ഗാനിസ്ഥാനിലും വരാ, ഇറാഖിലും വരാ, ഇറാനിലും വരാ, യുഎഇയിലും വരാ, കുവൈറ്റിലും വരാ, എവിടെയും വരാമായിരുന്നു. അമേരിക്കയിലും വരാമായിരുന്നു, എവിടെയും വരാമായിരുന്നു. കാരണം മുസ്തഫ നബി ഏഷ്യാ ഭൂഖണ്ഡത്തിന് മാത്രമല്ല പ്രപഞ്ചത്തിന് മൊത്തം കാരുണ്യമാണ്. അങ്ങനെ എവിടെയും വരാമായിരുന്ന മുസ്തഫ നബിയെ ദുആ ചെയ്തുകൊണ്ട് മക്കയിലേക്ക് ക്ഷണിച്ചത് ആരാ? അവിടുത്തെ ഖലീലായ ഇബ്രാഹിം. കഅബ പ്രവർത്തനത്തിനിടയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തില്ലേ, റബ്ബനാ വബഅസ് ഫീഹിം റസൂലാ, റബ്ബേ അവരിൽ നിന്നായി ഒരു പ്രവാചകനെ നീ നിയോഗിക്കണേ റബ്ബേ. ആ പ്രവാചകന്റെ ലക്ഷ്യം എന്താണ്? ആ പ്രവാചകന്റെ ലക്ഷ്യമല്ലേ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പറയുന്നത്, യത്ലു അലൈഹിം ആയാതിക
ويعلمهم الكتاب والحكمة ويزكيهم تلاوة القرآن تعليم الكتاب تزكية القلوب പ്രവാചകന്റെ നിയോഗ ലക്ഷ്യം മൂന്നെണ്ണമാണ്. ഒന്ന് തിലാവത്തുൽ ഖുർആൻ, തഅലീമുൽ കിതാബ്, മൂന്ന് തസ്കിയത്തുൽ ഖുലൂബ്. ഇതിൽ തിലാവത്തുൽ ഖുർആനും തഅലീമുൽ കിതാബും അത് അടിസ്ഥാന ലക്ഷ്യമല്ല, അതിനേക്കാൾ തസ്കിയത്തുൽ ഖുലൂബാണ്. പലപ്പോഴും അതിന് കാരണമായിട്ടാണ് തിലാവത്തുൽ ഖുർആൻ ഉള്ളത്, പലപ്പോഴും അതിന് കാരണമായിട്ടാണ് തഅലീമുൽ കിതാബ് ഉള്ളത്. അപ്പം മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയടക്കം സകല അമ്പിയാക്കളും പ്രപഞ്ചത്തിലേക്ക് വന്നത് ബോഡിയുടെ നിലനിൽപ്പിനല്ല, ഭക്ഷണത്തിന്റെ കാര്യത്തിനല്ല, വെള്ളത്തിന്റെ കാര്യത്തിനല്ല, വ്യാധികൾ ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യാനല്ല, അതൊന്നും നിയോഗ ലക്ഷ്യമല്ല. നിയോഗ ലക്ഷ്യപ്രധാനം മനുഷ്യന്റെ ഹൃദയം ചെയ്യലാണ്. അത് കൃത്യമായി വ്യക്തമായി ശക്തമായി ഭംഗിയായി നടത്തിയില്ലേ ബഹുമാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നടത്തിയില്ലേ മഹാനരായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ, അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞില്ലേ, നടത്തിയതിന്റെ പേരിൽ പറഞ്ഞില്ലേ. സുബ്ഹാനല്ലാഹ്. അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു മദീന കണ്ട ഏറ്റവും വലിയ കള്ള് കച്ചവടക്കാരനാണ്. തള്ളിവിറ്റുകൊണ്ട് മുതലാളിയായി ആ പണത്തിന്റെ വളവളായ പറക്കലിൽ മദീനയെ പിടിച്ചു കുലുക്കിയിരുന്ന അറിയപ്പെട്ട ധനാഢ്യനായിരുന്ന അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു കള്ളിനെതിരെ പരിശുദ്ധമായ ഖുർആനിൽ അത് വർദ്ധിക്കാനുള്ള വിശുദ്ധമായ വാക്യമാണ് അവതരിപ്പിക്കപ്പെട്ടപ്പോ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു തന്റെ കള്ളുഷാപ്പിൽ കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരോട് നിർത്തിക്കോ നിർത്തിക്കോ إنما الخمر والميسر والأنصاب والأزلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء في الخمر والميسر ويصدكم عن سبيل الله وعن الصلاة فهل منتهون. അവസാനത്തെ ആയത്തെ വിരോധിച്ചുകൊണ്ടുള്ള ആയത്താണ് അവതരിപ്പിക്കപ്പെട്ടപ്പോ സുബ്ഹാനല്ലാഹ് സഹാബാക്കൾ മദീനയുടെ പ്രാന്തപ്രദേശത്തിലൂടെ ഈ കാര്യം പ്രചരിപ്പിച്ച് നടക്കുമ്പോ അബൂ തൽഹത്തുൽ അൻസാരിയുടെ കള്ളുഷാപ്പിലിരുന്നുകൊണ്ട് പാട്ടുപാടി കള്ളുകുടിക്കുന്ന സഹാബാക്കളെ അങ്ങ് കേൾക്കേണ്ട താമസം പുറത്തേക്ക് തുപ്പുകയാണ്. ചില ആളുകൾ അപ്പോഴേക്ക് കള്ളു കുടിച്ചിട്ട് മാറ്റിയിരുന്നു. അവരെ വായിലേക്ക് കൈവിട്ടുകൊണ്ട് കുടിച്ച് തീർത്ത കള്ള് മുഴുവനും വയറ്റിൽ നിന്ന് പുറത്തേക്ക് ഛർദ്ദിച്ച് തുപ്പുകയാണ്. ഛർദ്ദിച്ച് തുപ്പിയിട്ട് ചില ആളുകൾ രക്തം ഛർദ്ദിക്കാൻ തുടങ്ങിയപ്പോ പടച്ചു തമ്പുരാനോട് പറയുന്നു, നീ വിരോധിച്ചു വനിതാ വലിച്ചറിയുന്ന തമ്പുരാനെ, ഞാനറിയാതെ എന്റെ വാച്ചിനകത്ത് എവിടെയെങ്കിലും കള്ളിന്റെ അല്പം ശേഷിക്കുന്നുവെങ്കിൽ ആ രക്തം വരാൻ തുടങ്ങിയപ്പോഴാ ഛർദ്ദിക്കുന്നത് അവസാനിപ്പിച്ചത് എന്റെ വയറ്റിൽ അറിയാതെ കിടക്കുന്ന കള്ളുണ്ടെങ്കിൽ ലഹരിയുടെ ഹരിയിൽ പാവപ്പെട്ടവന്റെ കഴിവിൽ പെട്ടതല്ലോ റബ്ബേ, എനിക്ക് മാപ്പ് തരണേ അല്ലാഹ് എന്നെ പറയോളം സഹാബാക്കൾ വായിലേക്ക് കൈയിട്ടുകൊണ്ട് ഛർദ്ദിച്ച് തുപ്പുകയാണ്. ഒരാൾ വായിലേക്ക് കൈയിട്ടുകൊണ്ട് ഛർദ്ദിച്ചിട്ട് ചോരകളെ പുറത്തേക്ക് വരുമ്പോ മറ്റൊരാള് പറയുന്നു, ഇപ്പോഴല്ലേ കഥ വിരോധിച്ചു നമ്മൾ അറിഞ്ഞത്, എന്തിനാ വായിലുള്ളത് വായിലേക്ക് കൈയിട്ടുകൊണ്ട് ഛർദ്ദിച്ച് തുപ്പുന്നേ. ആ സമയത്ത് ആ മഹാനായ സ്വഹാബി പറയുകയാണ്, അറിഞ്ഞത് ഇപ്പോഴാണെങ്കിലോ ആയത്ത് കുറച്ച് മുറി ഇറങ്ങിയതല്ലേ, മണിക്കൂർ മുമ്പ് ആയത്ത് നമ്മളിപ്പോഴല്ലേ അറിഞ്ഞത്, ആയത്ത് ഇറങ്ങിയതിനു ശേഷം ഞാൻ കുടിച്ചിട്ടുണ്ടല്ലോ, എന്റെ വയറ്റിൽ വേണ്ട എന്ന
എന്നങ്ങ് പറഞ്ഞുകൊണ്ട് വായിലേക്ക് കൈയിട്ടുകൊണ്ട് ചുമന്നിച്ചു തുപ്പുകയാ. കള്ളുഷാപ്പിലേക്കും ഓടിപ്പോയിട്ട് അവിടെയുള്ള കള്ളന്റെ ദീപകള് അച്ചുകൊണ്ട് കല്ലടിക്കയുടെ കള്ളിന്റെ അരുവികൾ കാലം തൊഴിലിരുന്നു എന്ന് ചരിത്രമങ്ങ് ഉദ്ഘോഷിച്ചു. അതല്ലേ അല്ലാഹു ഖലീൽ ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്തത്, റബ്ബനാ വബഅഥ ഫീഹിം റസൂലാ. ഖുലൂബിലുള്ള ഉത്തരവാദിത്വം പൂർണ്ണമായി പാലിക്കുന്ന പ്രവാചകനെ അവരിൽ നിന്ന് നിയോഗിക്കണേ തമ്പുരാനെ എന്ന് അല്ലാഹുവിന്റെ ഖലീൽ മുസ്തഫാ നബിക്ക് മക്കയിലേക്ക് ദുആ കൊണ്ട് സ്വാഗതം അരുളുകയാ. അല്ലാഹുവിന്റെ റസൂൽ അത് തുറക്കുകയാ. എത്രയെത്ര മന്ത്രിമാരെ പരിശ്രമിച്ചിട്ട് കാലങ്ങൾ എത്രയായി, എത്രയെത്ര ഉദ്യോഗസ്ഥന്മാരെ പരിശ്രമിച്ചിട്ട് കാലങ്ങൾ എത്രയായി. കേരളത്തിൽ നിന്ന് കള്ളുകൂടി അവസാനിപ്പിക്കാൻ കഴിയുന്നുണ്ടോ? എട്ടുകാരൻ കണ്ടാൽ പെടുന്ന പ്രായത്തില് ഒറ്റ പൈതൽ പോലും സോമത്ത് കുടിക്കുന്ന ലാഘവത്തോട് കള്ളു പിടിക്കുകയാ. പെണ്ണുങ്ങളും കള്ളു പിടിക്കുന്ന കാലമല്ലേ. സ്കൂൾ കുട്ടികളെ കേന്ദ്രീകരിച്ചുകൊണ്ടല്ലേ ലഹരി കൂടുതലായി വിച്ഛേദിക്കപ്പെടുന്നത്. പാക്കറ്റിലൂടെയാകാം, അതാ പുകയിലൂടെയാകാം, കുപ്പയിലൂടെയാകാം, വായിലൂടെയാകാം, മിഠായിലൂടെയാകാം. എല്ലാ ലഹരികൾ വിൽക്കുന്ന ആളുകളുടെയും കേട്ടോ അവരുടെ എല്ലാവരുടെയും ഉദ്ദേശം അവർ ചുമപ്പറ്റുന്നതും അവരുടെ ലക്ഷ്യം സ്കൂളുകളും കോളേജുകളുമാണെങ്കില് ചെറുപ്പക്കാരാ അതിരാവിലെ മദ്രസ തുറക്കാൻ വേണ്ടി വന്ന പ്രിയപ്പെട്ട ചതുരത്തുന്നത് 3 കല്ലിന്റെ കുപ്പിയാ. മലപ്പുറമല്ല പള്ളിക്കടുത്തുള്ളൊരു മദ്രസയോട് പറയുകയാ, മദ്രസയുടെ ഗേറ്റങ്ങൾ തുറന്നപ്പോ ഗ്രൗണ്ടിൽ നിന്ന് മദ്രസയുടെ കാമ്പൗണ്ടിനകത്തിൽ നിന്ന് ആദ്യമായിട്ട് മറിക്കേണ്ടി വന്നത് 3 കല്ലിന്റെ കുപ്പിയാ. പള്ളിയുടെ ചുവർ ചാരിയിട്ട് കല്ലുകൊടുക്കുന്ന കാലമല്ലേ. സംസ്കാരത്താനുള്ള അറിയപ്പെട്ട ധനാഢ്യരായ നാട്ടുകാരന്മാരുടെ മകളുടെ കല്യാണത്തിന്റെ തലേന്നത്തെ മേളയിലേറ്റുകൊണ്ട് മുസ്ലിം ചെറുപ്പക്കാർക്കാതെ അഭിമാനത്തോടെ കൊടുക്കുന്ന കാലമല്ലേ. ഇതിനെതിരെ എന്ന് പോലും പറയാനുള്ള നിഷേധിക്കപ്പെട്ട് സമൂഹം ആഭാസത്തിലല്ലേ. ചെറിയ മക്കൾ ചെറിയ കുഞ്ഞുങ്ങൾ വളരെ ചെറിയ കുട്ടികൾ പോലും കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അല്ലാഹു കാത്തിരിച്ചു. ചിലതൊക്കെ തെറ്റാണ് പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് മനസ്സിലാകാത്ത കാലമാണ്. കേരളത്തിൽ കള്ളുകൂടി വ്യാപിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം കല്യാണവുമായി ബന്ധപ്പെട്ട ആഭാസമാണ്, ആർഭാടമാണ് എന്നത് പ്രത്യേകം ഈ വിഷയത്തിൽ ഓർമ്മപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകം ഇടത്ത് കല്യാണത്തിന് വായിച്ച സുഹൃത്തിനോട് പറഞ്ഞു പള്ളിയിൽ നിന്ന് നിസ്കരിക്കുന്ന കുറെ കുട്ടികൾ, ആ കുട്ടികളൊക്കെ അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവരൊക്കെ പള്ളിയിൽ നിസ്കരിക്കാണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ചിട്ട് അവരൊക്കെ എല്ലാവരും കൂടെ ഇയാളെന്നെ ഭക്ഷണം കഴിച്ചിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ അവരെല്ലാവരും കൂടി അങ്ങോട്ട് പോകുമ്പോ ഇദ്ദേഹം പറയും കൂടി, കാരണം പള്ളിയിൽ നിസ്കരിച്ചിറങ്ങിയിട്ട് ഇനി ഹദ്ദാദ് ഓതാനൊക്കെ പോയിട്ട് മനസ്സിലാക്കിയിട്ട് ഇദ്ദേഹം പോയപ്പോഴ് ആ കൂട്ടത്തിൽ ഒരുത്തം പറഞ്ഞാലോ, ഇനി ആചാര്യങ്ങൾ കൂടണ്ട, നിങ്ങൾക്ക് ഇരുന്ന് സൂഹിക്കാൻ പറ്റുന്ന സ്വസ്ഥമായിട്ട് അനുഭവിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇനി നടക്കുന്നത് എന്ന് പറഞ്ഞപ്പോ അയാള് കരുതുന്ന വല്ല ദിക്റാർത്തിയിൽ കൂടിയിട്ട് നമുക്ക് രാത്രിയിൽ ഉറക്കൊഴിച്ചിട്ട് ഇരുന്ന് ചെല്ലാൻ മാത്രമല്ല ഒരുപാട് ദിക്റ് ചൊല്ലുന്ന ഒരു ഹരമായിരിക്കും. എന്നാലും ഞാൻ ഇങ്ങനെ പോയപ്പോഴ് ഒരു ഒഴിഞ്ഞൊരു സ്ഥലത്ത് പോയിട്ട് കുറെ കുപ്പി മുമ്പിൽ വെച്ച് പൊട്ടിക്കാനും മിച്ചർ പാക്കറ്റ് പള്ളിയിൽ നിന്ന് ഇറങ്ങിയ ചെറുപ്പക്കാരാണ്. കാരണം അതൊരു വിഷയമേ അല്ല, അതൊരു വിഷയമേ അല്ല. ചിന്തിക്കണേ, സ്വന്തം സുഹൃത്തിന്റെ കല്യാണം കഴിഞ്ഞാൽ ആ കല്യാണത്തെ ആദ്യ രാത്രിയിൽ മണിയറയിൽ മണവാട്ടിയെ പ്രാപിക്കാൻ വേണ്ടി ഒഴിഞ്ഞ മനസ്സിൽ നിറഞ്ഞ പ്രതീക്ഷയുമായി പാതിരാത്രിയിൽ മധുര സ്വപ്നവുമായി മധുവിധുവിന്റെ ആഘോഷത്തിന് കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട 25-കാരനായ ചെറുപ്പക്കാരന്റെ മണിയറയുടെ വാതിലിൽ 8-അംഗ സംഘം പോയി മുട്ടുകയാ.
എവിടെ എവിടെ മലപ്പുറം ജില്ലയിൽ സുബ്ഹാനല്ലാഹ് മണിയറയിലെ അർദ്ധരാത്രിയിൽ മണവാട്ടിയെ പ്രാപിക്കാൻ കൊതിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട പുതുമണവാളന്റെ കഥകിന് മുട്ടുകയാണ്. മണിയറയുടെ കഥകിന് മുട്ടുകയാണ്. എട്ടംഗ സംഘം തുറന്നു നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് വെള്ളം കുടിക്കാൻ ഉമ്മച്ചിവന് മുട്ടുകയാണോ എന്ന് സംശയിച്ചോ? അല്ല വാപ്പ വല്ല സ്വകാര്യവും പറയാൻ മുട്ടുകയാണോ എന്ന് ചിന്തിച്ചോ? അല്ല ഏതെങ്കിലും ആളുകൾ കല്യാണത്തിന് പ്രധാനമായി തന്ന അതാ ഉപഹാരം തരാൻ മറന്നുകൊണ്ട് രാത്രിയിൽ റൂമിൽ വെക്കേണ്ടതായതുകൊണ്ട് ആ സമ്മാനം കൊണ്ടുവന്ന് തരാൻ പെങ്ങൾ വരികയാണോ എന്ന് സംശയിച്ചു. പക്ഷെ അതൊന്നുമല്ല. തന്റെ കൂടെ പാതിരാത്രിയിൽ ബൈക്കിൽ കറങ്ങുന്ന മനുഷ്യരും സുഹൃത്തുക്കളുമല്ലാത്തൊരു വിഭാഗമുണ്ടല്ലോ, അവരിൽ പെട്ട എട്ടംഗ സംഘമാണ്. മണിയറയുടെ വാതിൽ മുട്ടിയിട്ട് ഇവർ ചോദിച്ചപ്പോൾ നീ സുഖമായിട്ട് മണവാട്ടിയുടെ കൂടെ കിടക്കുകയാണല്ലേ, ഇന്നലെയും മിനിഞ്ഞാന്നും ഞങ്ങളുടെ കൂടെ നീ കല്ല് കുടിച്ചുകൊണ്ട് അങ്ങാടിയിലുണ്ടായിരുന്നു, ഇന്ന് ഞങ്ങളെ ഒറ്റക്കാക്കി നീ സുഖിക്കണ്ട. അങ്ങനെ നിനക്ക് സുഖിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കല്ല് കുടിക്കാനുള്ള കാശ് കൊണ്ട് നിങ്ങൾക്ക് കല്ല് കുടിക്കാനുള്ള കാശ് താ. മണവാട്ടിയുടെ മണിയറയിൽ നിന്ന് പ്രിയപ്പെട്ട സഹോദരനെ പിടിച്ചിറങ്ങിയിട്ട് കള്ളിന് കാശ് വേങ്ങുന്ന സുഹൃത്ത് വലയങ്ങളിൽപ്പെട്ട എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഈ സമ്പ്രദായം പഴയകാലത്ത് ജാഹിലിയ്യ യുവക്കയിലില്ല. പഴയകാലത്ത് ആർഭാടം എന്തായിരുന്നു, ആഭാസം എന്തായിരുന്നു, അതിനെപ്പോലെ മാനിപ്പിക്കുന്ന അവസ്ഥയിലാണ് ഇന്നത്തെ ആഭാസം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. പഴയകാലത്ത് കയ്യൂക്കുള്ളവൻ കാര്യക്കാരനായിരുന്നു, ഇന്നും കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാണ്. പഴയകാലത്ത് പലിശ വ്യാപകമായിരുന്നു, ഇന്നും പലിശ വ്യാപകമാണ്. പഴയകാലത്ത് ലഹരി ഉൽപ്പന്നങ്ങളുടെ ക്രമമായിരുന്നു, ഇന്നും ലഹരിയുടെ കാലമാണ്. പഴയകാലത്ത് യുദ്ധം ഹോബിയായിരുന്നു, ഇന്നും യുദ്ധം ഹോബിയാണ്. ആവശ്യമില്ലാതെ യുദ്ധം ചെയ്തുകൊണ്ട് ഇസ്ലാമിക രാഷ്ട്രങ്ങളിലെ ഭരണാധികാരികളെ തോറ്റിക്കൊള്ളുകയും ഇല്ലാതെയാക്കുകയും ചെയ്തതിന്റെ കൈകഴുകൽ നാടകം ഇപ്പോൾ പല ഉദ്യോഗസ്ഥന്മാരും പല മന്ത്രിമാരും പ്രസിഡന്റുമാരും നടത്തുന്നത് നമ്മൾ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലൂടെ അറിയുകയാണ്. കാരണം യുദ്ധം ഹോബിയാതും പഴയകാല കാലനീതിയുടെ അതിരുടെയാണ്. പിന്നെ പഴയകാലത്ത് മുസ്തഫ നബിയുടെ നിയോഗത്തിന് മുമ്പ് പഴയകാലത്തെ കാത്തറബിയുടെ സംസ്കാരം എന്തായിരുന്നു? പെൺകുഞ്ഞ് പറഞ്ഞാൽ ഇവനോട് കുടിച്ചു മൂടല. ആധുനിക സമൂഹമേ ആഭാസത്തിൽ നിന്ന് ആത്മീയതയിലേക്ക് എന്ന ശീർഷകം ഈ മുത്താല്യം പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ഇന്ന് നമ്മുടെയും കാലമതല്ല. പഴയകാലത്തെ കാട്ടറബി പെണ്ണിനെ പ്രസവിക്കാൻ സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു. പ്രസവിക്കപ്പെട്ട കുഞ്ഞ് പെണ്ണായാൽ ഉമ്മയുടെ മുന്നിൽ നിന്ന് സൽക്കാരത്തിനാണ് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞ പ്രദേശത്ത് പോയി ഒഴി പിടിച്ചുകൊണ്ട് അതിലേക്ക് തട്ടിയിട്ട് കൊല്ലുന്നതാണ് കാട്ടറബികളുടെ ക്രൂരതകള്. മലയാളികളെ അറബിയെ പരാജയപ്പെടുത്തിയില്ല, കാണിപ്പിച്ചില്ല ആധുനിക മനുഷ്യ, ആധുനിക മലയാളി. സാമഗ്രികളെ കൊണ്ട് അകത്തുള്ള കുട്ടി ഏതാണ് എന്ന് നിർണയിച്ചതിന് ശേഷം സ്കാനിങ്ങിലൂടെ പെണ്ണാണ് എന്ന് ബോധ്യപ്പെട്ട പെണ്ണായി വളർന്നുകൊണ്ടിരിക്കുന്ന ചോര പൈതലിന് സ്വന്തം മാതാവിന്റെ ഗർഭത്തിന്റെ അകത്ത് വെച്ചുകൊണ്ട് കൊന്നുകളയുന്ന ഭ്രൂണാത്യാധികരിച്ച കാലമല്ല. കാട്ടറബികൾ നടക്കാത്തതാണ്. ഒരു കാട്ടറബി ഉമ്മയുടെ വായുവിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് പെൺകുഞ്ഞിനെ കൊന്നിട്ടില്ല. അവര് ജീവിക്കാൻ സ്വാതന്ത്ര്യം കൊടുത്തവരാ. ഒരു കാട്ടറബിയും സ്വന്തം ഉമ്മാന്റെ ഉമ്മനെ വെച്ചുകൊണ്ട് പ്രസവിക്കപ്പെട്ട ചോര പൈതലായ പെൺകുഞ്ഞിനെ കൊന്നിട്ടില്ല. അതിനവർ ഒഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോവുകയായിരുന്നു. എന്നാൽ ആ കാട്ടറബിയുടെ ആക്രമത്തിന് കാണിപ്പിച്ചുകൊണ്ടല്ലേ മലയാളികൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. സ്കാനിങ്ങിലൂടെ തന്റെ സ്വന്തം ഭാര്യയുടെ ഗർഭാശയത്തിനകത്ത് വളർന്നുകൊണ്ടിരിക്കുന്നത് പെൺകുഞ്ഞാണെന്നറിഞ്ഞ ഒന്നും അറിയാത്ത ഗർഭത്തെ ശിശുവിനെ
കുഞ്ഞിന് കൊന്നുകളയുന്ന അശ്മലനായ പിതാവ് അതിന്റെ പേരിൽ അഭിമാനിക്കുന്ന കാലമാണെങ്കിൽ ആഭാസത്തിന്റെ നാഗമീയതയിലേക്ക് എന്ന വിഷയോ പല ഭാഗങ്ങളിലേക്കും സഞ്ചരിക്കേണ്ടതാ, പല ഭാഗങ്ങളിലും വെള്ളപ്പെടേണ്ടതാ. സുബ്ഹാനല്ലാഹ്, ചെയ്യല്ലേ ഉമ്മാനിന്റെ ഗർഭത്തിനകത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞു പെണ്ണാണെന്നറിഞ്ഞുകൊണ്ട് നീ എങ്ങാനും പെൺകുട്ടിയെ പോറ്റാനുള്ള പ്രയാസം ഓർത്തുകൊണ്ട് ആ കുഞ്ഞിനെ ഗർഭത്തിനകത്ത് വെച്ചുകൊണ്ട് കൊന്നുകളഞ്ഞ നാളെ വൻസതയില് ഈ പെണ്ണിനെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പളച്ചവന്റെ മുമ്പില് ഉമ്മയെ പ്രതികൂട്ടിലാക്കുന്നതാ എന്ന് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ചിന്തിക്കണേ പ്രിയപ്പെട്ടവരെ, അറ്റകുറ്റപ്പണികൾ നടക്കേണ്ടത് കൽബിനകത്താണ്, മിനുക്ക് പണികൾ നടക്കേണ്ടത് കൽബിനകത്താണ്, കൊത്തുപണികൾ നടക്കേണ്ടത് കൽബിനകത്താണ്, വേദവാക്യം തറക്കേണ്ടത് കൽബിനകത്താണ്, സ്നേഹം ബന്ധപ്പെടേണ്ടത് കൽബിനകത്താണ്, പക്വതയുടെ നാമ്പെടുക്കേണ്ടത് കൽബിനകത്താണ്. ആത്മാവ് അത്ഭുതമാണ്, ആത്മാവ് ഒരു മഹാത്ഭുതമാണ്. അതൊരാൾക്കും പിടുത്തം കിട്ടാത്ത മായാവിയാ. ആത്മാവ് എന്ന് പറയുമ്പോൾ ഇമാം ഗസാലി റളിയല്ലാഹു തആല പറയുകയാണ്, വൽ ഖൽബു യുത്ലഖു ലിമഅനിയൈനി. ഖൽബ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും രണ്ട് മാനക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നതാണ്. ഒന്നാമത്തേത് ലഹ്മുൽ മഖ്സൂസുൻ ഫീ ജാനിബിൽ ഐസ്വരി മിന സ്വദ്രി. മനുഷ്യന്റെ ഇടത് ഭാഗത്തുള്ള ഒരു പ്രത്യേകമായ കറുത്ത മാംസപിണ്ഡമാണ്, അതിനെ ഖൽബ് എന്ന് പറയലുണ്ട്. ഈ ഖൽബിന് ഒരു അർത്ഥവുമില്ല. ആദൽ ഖൽബ് മൗജൂദുൻ ലിൽ ബഹായിമി ബൽ ഹുവ മൗജൂദ്. ഈ കൽബ് മയ്യിത്തിന് കാണാം, ഇത് മൃഗങ്ങൾക്ക് കാണാം. മനുഷ്യനെ മനുഷ്യനാക്കുന്ന കൽബ് ഇതല്ല, മറിച്ചത് റബ്ബാനിയായ ഒരു രഹസ്യമാണ്. 1900 മില്യൺ ഐറ്റോമിൽ കണ്ടുപിടിച്ച ഇസിജിയിൽ ആ ഇസിജിയുടെ റോളുള്ളത് മനുഷ്യരിൽ മാത്രമല്ല, മൃഗങ്ങളിലും മലിത്തിലും കാണുന്ന കൽബാകുന്ന ഇറച്ചി കഷ്ണത്തിൽ മാത്രമാണ് ഇസിജിക്ക് റോളുള്ളത്. എന്നാൽ മനുഷ്യനെ മനുഷ്യനാകുന്ന കൽബിന്റെ ഇസിജിയുടെ സ്ഥാപകന്മാരാ, ആ ഇസിജി ഉപയോഗിച്ചത് ആരാ? നബിയുനാ മുഹമ്മദ് മുസ്തഫ. ചൊല്ലിക്കോ നബിയുനാ മുഹമ്മദ് മുസ്തഫ. മനസ്സിന്റെ മലരായ റസൂലുള്ളാഹ് പിരിഞ്ഞി പോയി മഹത്വങ്ങൾ മദീനയിലെ മൊഴിമൊഴിയിടുന്നു. സ്നേഹ വിചാരത്താൽ പ്രഭാഷണ തുടങ്ങിയിടുന്നു. റസൂലുള്ളാഹ് പറയുന്നു, സ്വലാത്തിന്റെ മഹത്വങ്ങൾ വിവരിക്കുന്നു. ഉയരട്ടെ സ്വലാത്തുകൾ സദസ്സിൽ നിന്ന്. നബിയുനാ വഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലികുല്ലി ബനി ആദമ ഫീ ഖൽബിഹി ഏത് മനുഷ്യന്റെയും ഖൽബിൽ രണ്ട് അറയാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. വഫീ അഹദിഹിമാ മലക്കുൻ, ആ രണ്ടറയിൽ ഒരറയിൽ മലക്കാണ്. വഫിൽ ആഖിരി ശൈത്താൻ. മനുഷ്യന്റെ ഖൽബിന് രണ്ടറയാണ്. ഒരറയിൽ മലക്ക്, മറ്റൊരറയിൽ പിശാചാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. പലപ്പോഴും ഇങ്ങനെ മനസ്സിലാക്കാം, റൂഹ് എന്നത് ഒരു മീൻപിടുത്തക്കാരൻ, ശരീരം എന്നത് വലയ, മത്സ്യം എന്നത് സ്വാലിഹായ ആളുകളാണ്. ശരീരം ഒരു വലയാണ്, റൂഹാണ് വല വീശുന്ന മത്സ്യവേട്ടക്കാരൻ, സ്വാലിഹായ ആളുകൾ അത് മത്സ്യവുമാണ്. ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്.
ഈ ശരീരമാകുന്ന വലയില്ലെങ്കിലും മത്സ്യമില്ലെങ്കിലും മുക്കുവന് ജീവിക്കാൻ കഴിയും എന്ന പോലെ ശരീരമില്ലെങ്കിലും സാലിഹ് അമലില്ലെങ്കിലും റൂഹിനെ നശിക്കാൻ നിൽക്കാൻ പറ്റും. റൂഹ് സൃഷ്ടിച്ചാൽ പിന്നെ നാശമില്ല. നാശം ശരീരത്തിനാണ്, റൂഹിനല്ല. ഈമാനിന്റെ അടിത്തറ ആത്മാവാ. ഞാൻ ചരിത്രം പറയുമ്പോൾ ഒരു കാര്യം നമുക്ക് ഇസ്ലാം കാര്യത്തിൽ ഏത് കാര്യമായിട്ടാണ് ഇസ്ലാം കാര്യം അതിൽ ഈ 5 ഏതുമായിട്ടാണ് നമുക്ക് ശരിക്കും ബന്ധമുള്ളത്? ഒന്നാമത്തെ സഹാബത്ത് കലിമ മനസ്സിലറിഞ്ഞിട്ട് ഉറപ്പിച്ചിട്ടാണ് അതുകൊണ്ട് പറയാം. ഇതേറ്റ് നമുക്ക് ബന്ധമുണ്ടോ? മുഅ്മിനീങ്ങളായി പറയപ്പെടുന്നവരും മുസ്ലിമീങ്ങളായി ജീവിക്കുന്നവരുമായ നമ്മെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. ദീനും ഈമാനും നമുക്ക് ബന്ധമുണ്ടോ? എന്നോട് ഇപ്പോൾ ഒരു 4 ദിവസം മുമ്പ്, ഒരു 4-5 ദിവസം മുമ്പ് ഒരാൾ എന്നോട് പറയണം, എന്നോട് വന്നിട്ട് നേരെ പറഞ്ഞാൽ ഞാൻ പറയുന്നു 4 ദിവസമായിട്ടുള്ളൂ. ഒരാൾ എന്നോട് പറയണം, പിന്നെ എന്റെ ഭാര്യക്ക് അങ്ങനെ ഭാര്യനോട് എനിക്ക് ഭയങ്കര സ്നേഹ. അതുകൊണ്ട് അവളെ സ്വന്തം മാറാൻ വേണ്ടിയിട്ട് ഞാൻ പല ചികിത്സ നടത്തി എന്നൊക്കെ പറഞ്ഞു. അയാളെങ്ങനെ സങ്കടം പറഞ്ഞു നിങ്ങളെല്ലാ ഈമാൻ പോണ ചികിത്സ വരെ നടത്തി. കാഫറാവും നിനക്കറിയാം, എന്നാലും മാറട്ടെ ഞാനാണ് കരുതി. ഇയാളെ നെറ്റിമല് ഭയങ്കര ഈ മനുഷ്യന്റെ നെറ്റിമല് റൗണ്ടിൽ മൂപ്പരെന്നോട് പറയാം, ആ പണി നടത്തിയാൽ കാഫറാവും എനിക്കറിയാം, എന്നാലും വേണ്ടില്ല ഞാൻ നടത്തി സ്വപ്നം മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ആ ഒരു മനുഷ്യനെ മാത്രം അനുഭവമല്ല. നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകൾ ഞാൻ ഇവിടെ വാത് പറഞ്ഞപ്പോഴേ പലിശക്കെതിരെ ശക്തമായിട്ട് വിമർശിക്കേണ്ടി വന്നു. അപ്പൊ വാള് കേട്ട ഒരു ചെറുപ്പക്കാരൻ ഗൾഫിൽ പണ ഇടപാട് പലിശയായിട്ട് നടത്തുന്ന ഒരാളാ. രക്ഷപ്പെട്ടിട്ട് നല്ല മാർഗത്തിലൂടെ കാശ് സമ്പാദിക്കാനുള്ള എന്തൊക്കെ വഴികളും ഞാൻ ആ കൂട്ടത്തിൽ പറഞ്ഞു കൊടുത്തപ്പോഴേ റിസ്ക് അല്ലാഹു തരും, ഹറാമായ പൈസ അതുകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട് രക്തം നശിപ്പിക്കണ്ടെന്ന് കരുതിയിട്ട് അള്ളാഹുവിൽ തവക്കലാക്കിയിട്ടുള്ള ചെറുപ്പക്കാരൻ ഗൾഫിൽ നിന്ന് ആ പണി ഒഴിവാക്കിയിട്ട് അള്ളാഹുവിൽ തവക്കലാക്കിയിട്ട് തഖ്വയുള്ള ചെറുപ്പക്കാരൻ തിരിച്ചു നാട്ടിൽ വന്നു. നാട്ടിൽ വന്നപ്പോ നാട്ടിൽ അവന്റെ വാപ്പ നാല് കമ്മിറ്റിയിലെ മെമ്പറാണ്, ജോയിന്റ് സെക്രട്ടറി. തിരിച്ചു വന്ന് വാപ്പാക്കറിയാം മോൻ അവിടെ പൈസ ഉണ്ടാക്കുന്ന പലിശയിലൂടെയാണെന്ന് അറിയാം. എന്നിട്ട് ഈ വാപ്പ തിരിച്ചു വന്ന മോനോട് ചോദിച്ചു, എടാ നീ എന്താ ക്യാൻസലാക്കി വന്നപ്പോ പറഞ്ഞു, വാപ്പാ ഞാൻ ആ പണിക്ക് പോലെ ഈമാൻ പോകുന്ന എനിക്ക് ഉറപ്പായി, ഈമാൻ പോകുന്ന ഉറപ്പായതുകൊണ്ട് ഞാൻ പണി ഒഴിവാക്കിയത്. ഉടനെ വാപ്പ പറഞ്ഞല്ലോ ഈമാൻ പോയാൽ കൊണ്ട് കിട്ടൂലേ, പണി പോയ ആരാ തരിക? പള്ളി കമ്മിറ്റി ചിന്തിക്കണം. പള്ളി കമ്മിറ്റിയിലെ മെമ്പർ മറുപടി ഈമാൻ പോയാലും പക്ഷെ പണി പോയാൽ ആരാണ് തരിക? ചിന്തിക്കണേ ചെറുപ്പക്കാരാ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ഇസ്ലാം കാര്യത്തിലെ ഒന്നാമത്തെ നമ്പറുമായി നമുക്ക് ബന്ധമുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ ഒരു ലക്ഷണം ഞാൻ പറയാം. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുഖിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഖൽബിനകത്ത് ഷഹാദത്ത് കലിമ കാര്യത്തിൽ ഉടമൂലമായാൽ അങ്ങനെയുള്ള മനുഷ്യന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണം എന്താണ്? അള്ളാന്റെ അഡ്രസ്സിൽ ഒരു കാര്യമെന്ന് പറയപ്പെട്ടാൽ അവന്റെ ഖൽബങ്ങ് നിറക്കുന്നതാണ്. നിസ്കരിക്കാനും പള്ളിയിൽ വരുന്ന ചെറുപ്പക്കാരനാണ്, പലപ്പോഴും ഖുർആൻ ഓതുന്ന ചെറുപ്പക്കാരനാണ്, വഅദിന് വരുന്ന ചെറുപ്പക്കാരനാണ്. അവനിങ്ങനെ സിനിമ കാണാൻ വേണ്ടി ടിക്കറ്റിന് ക്യൂ നിൽക്കുകയാണ്. തൊട്ടരികിലൂടെ പോകുന്ന മദ്രസ മുഅല്ലിമടാ അള്ളാനെ പേടിച്ചോ എന്നങ്ങ് പറഞ്ഞപ്പോ അള്ളാ എന്നങ്ങ് കേട്ടപാട് സിനിമ കാണാൻ ടിക്കറ്റിന് ക്യൂ നിൽക്കുന്ന ഈ ചെറുപ്പക്കാര് വെയില് കൊണ്ട് നിൽക്കുന്ന വരിയിൽ നിന്ന് മാറിയിട്ട് പള്ളിയിലങ്ങ് കയറിയിട്ട് തൗബ ചെയ്യുകയാ. അത് ഈമാനാണ്.
ഭർത്താവ് കഷ്ടപ്പെട്ടുകൊണ്ട് വിസ കിട്ടിയിട്ട് ടിക്കറ്റിന് കാശില്ലാതെ കൊലയുന്ന സമയത്ത് സ്വന്തം വള ഊരിയിട്ട് പണയം വെക്കാൻ വേണ്ടി കൊടുക്കുന്ന സമയത്താണ് കുടുംബത്തിൽപ്പെട്ട ഒരു മുത്തല്ലിമ് ഈമാനുള്ള വാള് കേൾക്കുന്ന സിഗിടി കേൾക്കുന്ന പെങ്ങളോട് പറയുന്നു, പണയം വെക്കാൻ വേണ്ടി കൊടുക്കല്ല, പലിശക്കാരനെ തുന്നുന്നവന് തീറ്റിക്കുന്നവന് അംഗീകാര പത്രം എഴുതുന്നവന് സാക്ഷികളാകുന്നവന് എല്ലാം അല്ല ശപിച്ചതാ. ബിംബാരാധകനും പലിശക്കാരനും ഒരുപോലെയാണ് എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള വാചകങ്ങൾ കേൾപ്പിച്ചുകൊണ്ട് ഈമാനുള്ള പെണ്ണിന്റെ കൽബിലേക്ക് പടച്ചവന്റെ തഖ്വയുടെ വേദവാക്യങ്ങള് ഓതിക്കൊടുത്തപ്പോ സ്വന്തം ഭർത്താവിന് കൽബിലേക്ക് ടിക്കറ്റിന് വേണ്ടി വളവൂരി പലിശയ്ക്ക് വേണ്ടി പണയം വെക്കാൻ വേണ്ടി കൊടുക്കുന്ന ഉമ്മാന്റെ കൽബങ്ങൾ നൂറിപ്പുകയാണ്. പറഞ്ഞു, നിങ്ങൾ കൊണ്ടുപോയി വിറ്റോ, ബാങ്കിൽ പണയം വെക്കില്ല, പലിശക്കായിട്ട് നിങ്ങൾ പണമെടുത്തിട്ട് ആ ടിക്കറ്റ് എടുത്തിട്ട് ഗൾഫിൽ പോയിട്ട് അധ്വാനിച്ചുകൊണ്ട് ചോര നീരാക്കി കഷ്ടപ്പെട്ട് പണമുണ്ടാക്കിയാലോ അത് നിങ്ങൾ നാട്ടിലേക്ക് കൊടുത്തയച്ചാൽ എന്റെ വയറ്റിലേക്ക് എന്റെ നിങ്ങളുടെ മക്കളുടെ വയറ്റിലേക്ക് എത്തുന്നത് ഹറാമിന്റെ പലിശ പണമാ. ഹറാമിൽ നിന്ന് മുളച്ചത് ഹറാമിലേക്കാ, ഹറാമിൽ നിന്ന് മുളച്ചത് നരകത്തിലേക്കാ എന്ന് പറഞ്ഞ് ഭർത്താവിന്റെ മുമ്പില് കത്തിക്കാളുന്ന ഭീകരമായ നരകജ്വാലയുടെ കഠിന കഠോരമായ അദാബിന്റെ മുറകൾ പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഉമ്മ, അത് ഈമാനിന്റെ ലക്ഷണമാണ്. പക്ഷെ എത്ര ഉമ്മമാരിത് ചെയ്യുന്നതാണ്, എത്ര പെങ്ങന്മാരിത് ചെയ്യുന്നതാണ്. ഞാൻ പറയുന്നത് ഇസ്ലാം കാര്യത്തിന് ഒന്നാമത്തെ നമ്പറായ ഷഹാദത്ത് കലിമയുമായിട്ട് നമുക്ക് ബന്ധമുണ്ടോ? രണ്ടാമത്തത് 5 വക്ത് നിസ്കാരമല്ലേ, 5 വക്ത് നിസ്കാരവുമായിട്ട് മുസ്ലിം സമൂഹമേ നമുക്ക് ബന്ധമുണ്ടോ? എന്റെ വാത് കേൾക്കുന്ന ചെറുപ്പക്കാരാ, നിങ്ങളിൽ എത്ര പേര് ഇന്ന് സുബഹി ഖളാക്കിയവരാ? ഇന്നലെ കഴിച്ചത് പടച്ചവന്റെ ഭക്ഷണമല്ലേ, കുടിച്ചത് പടച്ചവന്റെ വെള്ളമല്ലേ, കിടന്നുറങ്ങിയത് അള്ളാന്റെ ഭൂമിയിലല്ലേ, ഈ ശ്വാസോച്ഛ്വാസം ഉണ്ടാക്കുന്നത് പടച്ചവന്റെ കുതിരത്ത് കൊണ്ടല്ലേ, എന്നിട്ട് ഇശാവും ഖളാക്കി സുബഹിക്കും എണീക്കാതെ കിടന്നിറങ്ങിയ എത്ര പേര് പ്രിയപ്പെട്ടവരെ നമ്മുടെ ചെറുപ്പക്കാരുടെ കൂട്ടത്തിലുണ്ട്. സുബ്ഹാനല്ലാഹ്, ഉമ്മമാരിൽ എത്ര പേര് സുബഹി ഖളാക്കുന്നവരാണ്? നിസ്കരിക്കുന്നവരിൽ തന്നെ പലപ്പോഴും പലരും ഒരു ഫംഗ്ഷൻ വന്നാൽ, ഒരു കല്യാണം വന്നാൽ നിസ്കാരം ഖളാക്കുന്നവരല്ലേ, യാത്രയിൽ നിസ്കാരം മറക്കുന്നവരല്ലേ, നിസ്കാരവുമായിട്ട് ബന്ധമില്ലാത്ത സമൂഹമായിട്ട് നമ്മൾ മാറുകയാ. സക്കാത്തിന്റെ കാര്യം ഞാൻ പറയണോ? നോമ്പിന്റെ കാര്യം ഞാൻ പറയണോ? ഹജ്ജിന്റെ കാര്യം ഞാൻ പറയണോ? ഇതൊക്കെ പലപ്പോഴും നടത്തുകയാണെങ്കിൽ പോലും പടച്ചവൻ പറഞ്ഞതുപോലെ ഹജ്ജ് ചെയ്യുന്നവർ എത്ര പേരുണ്ട്? പടച്ചവൻ പറഞ്ഞതുപോലെ കണക്കിന് സക്കാത്ത് കൊടുക്കുന്നവർ എത്ര പേരുണ്ട്? പടച്ചവൻ പറഞ്ഞ ലക്ഷ്യസാക്ഷാത്കാരത്തിന് വേണ്ടി നോമ്പ് നോക്കുന്നവർ എത്ര പേരുണ്ട്? അപ്പൊ ഞാൻ പറയുന്നത്, ചെയ്യുന്ന ആളുകൾ പോലും ചെയ്യുന്നത് ആഭാസമായി മാറുകയാണ്. ആത്മീയതയില്ലാത്ത കേവലം മോലം പാമ്പിൻ ചാട്ടങ്ങളായി നമ്മുടെ ഇബാദത്തുകൾ പോലും യാന്ത്രികവൽക്കരിക്കപ്പെടുമ്പോ ആഭാസത്തിൽ നിന്ന് ആത്മീയതയിലേക്ക്, ആത്മാവിന്റെ ഭാഷയിലേക്ക്, ആത്മാവിന്റെ നിറമണത്തിലേക്ക്, ആത്മാവിന്റെ മേച്ചിൽപ്പുറങ്ങളിലേക്ക്, ആത്മാവിന്റെ സുഗന്ധത്തിലേക്ക്, ആത്മാവിന്റെ സൗഖ്യത്തിലേക്ക് മോനെ നേരം വെളുത്ത ഈ സമയത്തിനിടയിൽ എന്തെല്ലാം നമ്മൾ പറഞ്ഞവരാ, എന്തെല്ലാം നമ്മൾ ചെയ്തവരാണ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് സുബഹി മുതൽ ഈ വാതിലിരിക്കുന്നതിനിടയിൽ ഞാൻ ചെയ്ത കാര്യങ്ങൾ എത്രയാണ്? എന്തെല്ലാം കാര്യങ്ങൾ ആത്മാവിന്റെ പുഷ്ടിക്കുതകുന്നതാണ്, അതോ ശരീരത്തിനുതകുന്നതാണോ? ഇന്നുവരെ ചെയ്ത പ്രവർത്തനങ്ങളിൽ നമ്മുടെ പ്രധാനപ്പെട്ട അജണ്ട ആത്മാവാണോ? മണ്ണിൽ കൊണ്ടുപോയി വെച്ചാൽ ഒഴുക്കൾ തിന്നുന്ന ശരീരമാണോ? പ്രത്യേകമായി ചിന്തിക്കേണ്ട കാര്യം.
അതുകൊണ്ട് ചിന്തിക്കണം ശ്രദ്ധിക്കണം. നമ്മുടെ പ്രധാനപ്പെട്ട അജണ്ട എന്തായിരിക്കണം? അത് ആത്മാവിന്റെ സന്തോഷമായിരിക്കണം. ദുനിയാവിൽ നിന്ന് പിരിയുന്ന സമയത്ത് സുഖവാസ കേന്ദ്രത്തിലേക്ക് സംതൃപ്തമായ ആത്മാവിനെ ക്ഷണിക്കപ്പെടുന്ന സൗഭാഗ്യം എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടായിരിക്കേണ്ടതാണ്. നമ്മുടെ കൽബിനകത്ത് തിളങ്ങേണ്ട മുദ്ര മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒന്നുറക്കെ പറഞ്ഞേക്ക്. പാതിരാത്രി ആയതുകൊണ്ട് ചിലപ്പോൾ നിദ്ര നമുക്ക് അതിഥിയായി കടന്നു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മദീന മലർവാടിയിലേക്ക് സന്തോഷത്തോടെ സ്നേഹത്തിന്റെ മുദ്രാവാക്യമൊന്ന് അർപ്പിച്ചോ. നബിയുന വഹബീബുന മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹധർമ്മിണിയായ ഖദീജയുടെ വീട്ടിലെത്തുകയാണ്. ഖദീജ റളിയല്ലാഹു തആല അൻഹാ സയ്യിദിനെ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുക്കുകയാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദിനെ സ്വന്തം മകനായി സ്വീകരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിനെ തേടിയിട്ട് പിന്നീട് തന്റെ പിതാവ് എത്തുകയാണ്. തന്റെ കുടുംബത്തിലെ പ്രധാനപ്പെട്ട ആളുകൾ എത്തുകയാണ്. സയ്യിദാകുന്ന പ്രിയപ്പെട്ട മകനെ കൊള്ളസംഘം തട്ടിയെടുത്തതിന്റെ പേരിൽ കാലങ്ങളേറെ കരഞ്ഞുകൊണ്ട് കഷ്ടപ്പെട്ട ആളാണ് പിതാവ്. ആ പിതാവ് കേൾക്കുന്നു തന്റെ പ്രിയപ്പെട്ട മകനെ മക്കയിലുള്ള അൽ അമീൻ മുഹമ്മദിന്റെ വീട്ടിൽ കഴിയുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ ത്വായിഫിലുള്ള തന്റെ പിതാവ് സയ്യിദിനെ തേടി എത്തുകയാണ്. സയ്യിദേ, നിന്നോർത്ത് കരഞ്ഞിട്ട് എത്ര രാവുകളിൽ എന്റെ ഉറക്കം നഷ്ടപ്പെട്ടടാ സയ്യിദേ. ഉമ്മയുടെ കണ്ണുനീര് വറ്റിയിട്ട് കണ്ണിന്റെ കാഴ്ച പോലും മങ്ങിയടാ സയ്യിദേ എന്ന് പറഞ്ഞുകൊണ്ട് സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പിതാവ് മക്കയിലുള്ള അൽ അമീൻ മുഹമ്മദിന്റെ വീട്ടിലെത്തുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണേണ്ട താമസം സയ്യിദിന്റെ പിതാവ് ചോദിക്കുകയാണ്. എന്റെ മകനായ സയ്യിദ് നിങ്ങളുടെ വീട്ടിലുള്ളത് കേട്ടിട്ടാണ് ഞാൻ വന്നത്. എന്റെ മകനായ സയ്യിദ് നിങ്ങളുടെ വീട്ടിലുണ്ടോ? സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങളുടെ മോന് സയ്യിദ് എന്റെ വീട്ടിലുണ്ട്. എന്റെ വീട്ടിൽ സയ്യിദ് എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്. ഞാൻ വിളിച്ചു വരുത്താം. സയ്യിദാകുന്ന കൊച്ചുമോന് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു വരുത്തുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, സയ്യിദേ ഇത് നിന്റെ വാപ്പയാണോ സയ്യിദേ? കാലങ്ങളേറെ കാണാതായ പ്രിയ പിതാവിന്റെ പ്രിയപ്പെട്ട മുഖം കണ്ടുകൊണ്ട് സയ്യിദ് സന്തോഷിക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, ഇത് എന്റെ വാപ്പയാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സയ്യിദിന് സ്വാതന്ത്ര്യം നൽകുകയാണ്. സയ്യിദേ, നിന്റെ വാപ്പ നിന്നെ വിളിക്കാൻ വേണ്ടി വന്നതാണ് സയ്യിദേ. നിന്നോട് പോകാൻ വേണ്ടി ഞാൻ കൽപ്പിക്കൂല്ല സയ്യിദേ. പക്ഷെ പൂർണ്ണമായി നിനക്ക് സ്വാതന്ത്ര്യം നൽകുകയാണ് സയ്യിദേ. എനിക്ക് വാപ്പന്റെ കൂടെ പോകണമെങ്കിൽ പോകാം.
വാപ്പന്റെ സമ്മതത്തോടെ ഇവിടെ നിൽക്കുകയാണെങ്കിൽ നിൽക്കുകയും ചെയ്യാം. ഉടനെ തന്നെ വാപ്പയെ കണ്ട സന്തോഷം തോന്നുന്നുണ്ടെങ്കിലും മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയേണ്ട താമസം സെയ്ദിന്റെ കൽബ് പൊട്ടുകയാണ്, കണ്ണ് നിറയുകയാണ്. വാപ്പയോട് പറയുന്നു, ഉമ്മാ നിങ്ങൾ എന്റെ ഉപ്പയാണ്. പഴയകാലത്ത് നിങ്ങളുടെ വിരൽത്തുമ്പ് പിടിച്ചുകൊണ്ടാണ് കളിച്ചിരുന്നത്. നിങ്ങൾ അധ്വാനിച്ചുകൊണ്ട് കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ചിട്ടാണ് കടന്നിറങ്ങിയിരുന്നത്. വാപ്പാ, നിങ്ങളെ എനിക്ക് കൈയൊഴിക്കാൻ കഴിയൂല. പക്ഷേ ഈ നിൽക്കുന്ന മനുഷ്യനില്ലേ, ഈ നിൽക്കുന്ന മനുഷ്യനില്ലേ, അൽ അമീൻ മുഹമ്മദില്ലേ, ഇപ്പോൾ നിങ്ങളെക്കാൾ എനിക്ക് പ്രിയപ്പെട്ടതാണ്. എന്റെ മജ്ജയിൽ ലയിച്ചിരിക്കുകയാ, എന്റെ രക്തത്തിൽ ലയിച്ചിരിക്കുകയാ. ഈ മഹാമനുഷ്യൻ എന്റെ തലയിൽ ലയിച്ചിരിക്കുകയാ. എന്റെ ഓർമ്മയിലെ മധുരമാ, എന്റെ ചിന്തയിലെ സയോജ്യമാ, എന്റെ ഏകാന്തതയിലെ ആശ്വാസമാ, എന്റെ ജീവിതത്തിന്റെ പ്രതീക്ഷയാ. വാപ്പാ, മാപ്പ് വാപ്പാ, വാപ്പ് 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 മാപ്പ് വാപ്പാ, നിങ്ങൾക്ക് പോകാം. ഞാൻ ഈ മനുഷ്യനെ പിരിഞ്ഞു നിൽക്കൂല വാപ്പാ. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇങ്ങനെ എന്നോട് ഒട്ടിരുന്ന നിങ്ങളുടെ ഈ മകനെ പിടിച്ച് പുറത്താക്കാൻ എനിക്ക് കഴിയൂല. നിങ്ങളൊരു തീരുമാനമെടുത്തോ എന്നോ പറഞ്ഞപ്പോ തന്റെ പ്രിയപ്പെട്ട പിതാവ് സെയ്ദിനോട് യാത്ര പറഞ്ഞുകൊണ്ട് സ്വന്തം വീട്ടിലേക്ക് അങ്ങ് തിരിക്കുകയാണ്. ഈ സെയ്ദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൽബാകുന്ന അലമാരക്കകത്ത് മാണിക്യമല്ലയോ നബിയുനാ മുഹമ്മദ് മുസ്തഫ. സെയ്ദിന്റെ രഹസ്യവും പരസ്യവും ഈ വ്യക്തിത്വ പ്രഭാവത്തിൽ ലയിച്ചില്ലയോ? ആ സെയ്ദ് റളിയല്ലാഹു തആല വല്ലാതെ സ്വലാത്ത് ചൊല്ലിയിരുന്ന മഹാനാണ്. പക്ഷേ സെയ്ദ് റളിയല്ലാഹു തആല മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചത് വല്ലാതെ ഇഷ്ടപ്പെടാത്ത കപടനായ ഒരു മുനാഫിഖ് സെയ്ദുമായി ലോകം കൂടുകയാണ്, ബന്ധം കൂടുകയാണ്. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹിൽ വിശ്വസിക്കാത്ത കപടനാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് തലയിൽ കയറാത്ത കപടനാ. പക്ഷെ സെയ്ദിനെ കൊന്നുകളയാ, സെയ്ദിന്റെ പിന്നാലെ കൂടുകയാ. എന്നിട്ടൊരിക്കല് ഈ കപടനായ മനുഷ്യൻ പറയുന്നു, സെയ്ദേ നമുക്കൊന്ന് യാത്ര പോയി വരാം. സെയ്ദ് റളിയല്ലാഹു തആല അൻഹുവിനെയും കൂട്ടിയിട്ട് ഈ മുനാഫിഖായ കപടനായ മനുഷ്യൻ യാത്ര പോവുകയാണ്. രണ്ടുപേരും യാത്ര പോകുന്നതിനിടയിൽ ഒരു കുന്നും പ്രദേശത്തെത്തിയപ്പോൾ ക്ഷീണിക്കുകയാണ്. ആ സമയത്ത് സെയ്ദ് റളിയല്ലാഹു തആല അൻഹുവിനോട് സെയ്ദിനോട് ഒട്ടും സ്നേഹമില്ലാതെ റസൂലുള്ളാഹിന്റെ മുഹബ്ബായതുകൊണ്ടോ റസൂലുള്ളാഹിന്റെ വലങ്കയായതുകൊണ്ടോ റസൂലുള്ള വളർത്തിയ മകനായതുകൊണ്ടോ ഈ ലോകത്തിൽ നീ ഇല്ലാതെയാക്കാൻ വേണ്ടി രഹസ്യമായി കൂട്ടുപിടിച്ചുകൊണ്ട് തട്ടിയെടുത്ത കപടനായ മുനാഫിഖില് ഒഴിഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ സെയ്ദിനോട് പറയുകയാണ്, സെയ്ദേ യാത്രക്കടയിൽ നമുക്കൊന്ന് വിശ്രമിക്കാം. സെയ്ദ് റളിയല്ലാഹു തആല ക്ഷീണം കൊണ്ട് സമ്മതിക്കുകയാ. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലുന്ന സെയ്ദ് ക്ഷീണം കൊണ്ട് സമ്മതിക്കുകയാ. കുന്നും പ്രദേശത്ത് രണ്ടുപേരും വിശ്രമിക്കാൻ തീരുമാനിക്കുകയാണ്. ഒരു ചെറിയ ഗുഹയാണ്. സെയ്ദ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഈ മനുഷ്യൻ പറയുകയാണ്, സുബ്ഹാനല്ലാഹ്, നീ അല്പമാദ്യം കടന്നുറങ്ങിക്കോ, പിന്നീട് ഞാൻ ഉറങ്ങാം. സെയ്ദ് റളിയല്ലാഹു തആല വിശ്വസിക്കുകയാണ്. ആ ഒഴിഞ്ഞ സ്ഥലത്തിൽ ഗുഹ വെച്ചുകൊണ്ട് സെയ്ദ് വിശ്രമിക്കാൻ വേണ്ടി കടന്നപ്പോൾ നിദ്ര സെയ്ദിനെ അറിയാതെ പിടികൂടുകയാ. സെയ്ദ് ഉറങ്ങുകയാണ്.
ഉറങ്ങിക്കിടക്കുന്ന സെയ്ദ് റളിയല്ലാഹു തആല അൻഹു ഉറങ്ങിയെന്നുറപ്പായപ്പോൾ കപടനായി മനുഷ്യനില്ലേ, റസൂലുള്ളാഹിന്റെ ശത്രുവായ കപടനായി മനുഷ്യനില്ലേ, നേരത്തെ ഒളിപ്പിച്ച് സൂക്ഷിച്ചു വെച്ചിരുന്ന മൂർച്ചയേറിയ കത്തി പുറത്തെടുക്കുകയാണ്. എന്തിനു വേണ്ടി? സ്നേഹമെന്ന വ്യാജേന കൊണ്ടു നടക്കുന്ന സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിനെ ഒളിഞ്ഞു ഉടലത്ത് വെച്ചുകൊണ്ട് കൊന്നുകളയാൻ കത്തിയെടുത്തുകൊണ്ട് സയ്യിദിന്റെ കഴുത്തിലേക്ക് നോക്കുകയാ. സയ്യിദിന്റെ കഴുത്തിലേക്ക് നോക്കിയിട്ടുള്ള ഈ മനുഷ്യൻ കൊല്ലുന്ന സമയത്ത് സയ്യിദ് ഉണരുന്ന പേടി വന്നപ്പോൾ സയ്യിദിന്റെ കാലും കയ്യും അങ്ങ് കെട്ടുകയാ. രണ്ട് കയ്യും കെട്ടി രണ്ട് കാലും കെട്ടുന്ന സമയത്ത് സയ്യിദ് റളിയല്ലാഹു തആല ഉണരുകയാ. സയ്യിദ് റളിയല്ലാഹു തആല ഉണരുകയാണ്. ഉണർന്നപ്പോൾ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ തന്റെ കൈകാലുകൾ കെട്ടിയിടുന്നതാണ് കാണുന്നത്. സയ്യിദ് ചോദിച്ചു, എന്താണ് നീ ചെയ്യുന്നത്? എന്താണ് എനിക്ക് പറ്റിയത്? ഞാൻ എന്ത് തെറ്റാനോട് ചെയ്തത്? നീ എന്ത് അക്രമമായി ഒഴിഞ്ഞു സ്ഥലത്ത് വെച്ചുകൊണ്ട് എന്നെ ചെയ്യുന്നത്? ആ സമയത്ത് കപടനായ ആ മനുഷ്യൻ لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله باسم الواحد حمدا له بالعابد صلى على محمد والآل وسلام الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله أدعوك يا مولانا بأهل بدر بدرنا محمد نبينا صلي عليه يا الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله أبو بكر عمر عثمان ثم حيدر نسل لعوف عامر وطلحة بن عبيد الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله زبير جبري سعد سعيد هانئ أسعد إمران وهو بين عبد الله لا إله إلا الله لا إله إلا الله لا إله إلا الله സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊല്ലാൻ വേണ്ടി കത്തിയോങ്ങി നിൽക്കുന്ന ഈ കപടനായ മുനാഫിഖിനെ ഒരൊറ്റ വെട്ടങ്ങ് കൊടുക്കുകയാണ്. ആ മുനാഫിഖ് അങ്ങ് മലർന്നടിഞ്ഞ് വീണ് പെടഞ്ഞ് മരിക്കുകയാണ്.
സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിനെ ആ മുനാഫിഖ് കയ്യും കാലും വലിഞ്ഞു കെട്ടിയില്ല, കയ്യിലും കാലിലുമുള്ള കയറൊക്കെ സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിലും കാലിലുമുള്ള കയറ് ഈ കുതിരപ്പുറത്ത് കയറി വന്ന മനുഷ്യനതാ അഴിച്ചു കൊടുക്കുകയാ. കുതിരപ്പുറത്ത് വന്ന മനുഷ്യന് സയ്യിദിന്റെ കയ്യിലെ കയറൊക്കെ അയച്ചുകൊടുത്തിട്ട് സയ്യിദിനെ രക്ഷപ്പെടുത്തി പോകാൻ വേണ്ടി പറയുമ്പോ സയ്യിദ് റളിയല്ലാഹു തആല കുതിരപ്പുറത്ത് കയറി വന്ന ശിവവസ്ത്രധാരിയായ സൗകുമാരതയുടെ ചെറുപ്പക്കാരൻ ചോദിച്ചു, നിങ്ങളോ എന്നെ മനസ്സിലായോ? അത് നിങ്ങൾ ആരാണ് അത്ഭുതത്തോടെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾ ആരാ? ആ സമയത്ത് സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിലായി ഈ ചെറുപ്പക്കാരനായി വന്ന ഈ സൃഷ്ടി പറയുകയാണ്, അന ജിബ്രീൽ, ഞാൻ ജിബ്രീലാണ് സയ്യിദേ. ഒഴിഞ്ഞ സ്ഥലത്ത് വന്നുകൊണ്ട് നിന്നെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ഇട്ടുകൊണ്ട് നിന്റെ കഴുത്തിലേക്ക് മൂർച്ചയുള്ള കഠാരോങ്ങിനെ മനുഷ്യന് നിന്നെ കൊല്ലാൻ വേണ്ടി തീരുമാനമെടുത്തുകൊണ്ട് പ്രവർത്തനം തുടങ്ങിയപ്പോ ഏഴാനാകാശത്തിന്റെ മുകളിലാണ് ഞാനുണ്ടായിരുന്നത്. ആ സമയത്ത് പടച്ച തമ്പുരാൻ എന്നോട് പറഞ്ഞു, ജിബ്രീൽ ചെയ്ത് ഒഴിഞ്ഞ മരുഭൂമിയിൽ വെച്ച് ശത്രുവിനാൽ കൊല ചെയ്യപ്പെടുകയാണ്, നിങ്ങളൊന്ന് പോയി സഹായിക്കണേ ജിബ്രീൽ എന്ന് അർശിനോട് തൊട്ടൊരുമി നിൽക്കുന്നു എന്നോട് ആ സമയത്ത് പടച്ചവൻ കൽപ്പിച്ചപ്പോ ആദ്യമായിട്ട് വൈഹക്കലാ തഖതുൽഹു എന്ന് ഞാൻ പറഞ്ഞത് അതാ ഏഴാനാകാശത്തിന്റെ മുകളിൽ നിന്നായിരുന്നു. പിന്നീട് ഞാൻ പറഞ്ഞത് ഒന്നാനാകാശത്തിൽ നിന്നാണ്. രണ്ടും ചെവി കൊള്ളാതെ പിന്നെയും നിന്നെ അറുക്കാൻ വേണ്ടി അദ്ദേഹം കത്തിയോങ്ങിയപ്പോൾ ഞാൻ ഭൂമിയിൽ വന്ന് അവനെ വെട്ടിയതാ. നിങ്ങളെ ദുആക്ക് ഉത്തരം നൽകാൻ ഏഴാനാകാശത്തിന് മുകളിൽ നിന്ന് പടച്ച തമ്പുരാൻ എന്നെ പറഞ്ഞു വിട്ടതാ എന്ന് സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിനോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞുവെങ്കിൽ ഏത് മാറാത്ത തലവേദനകൾക്കോ, ഏത് സിഹറിനും, ഏത് ഐനിനോ, ഏത് ശത്രുഭീഷണികൾക്കോ, ഏത് മാറാവ്യാധികൾക്കും, ഏത് മാറാപ്പകൾക്കോ മോചനവാക്യമല്ലയോ മുസ്തഫായ നബിയുടെ മേലുള്ള സ്വലാത്ത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ചൊല്ലിക്കോ. ചാടിപ്പോക്ക് അധികരിക്കുന്ന ഈ കാലത്ത് ചാടിപ്പോക്ക് അധികരിച്ചുകൊണ്ട് നല്ല കുടുംബത്തിലുള്ള വാക്ക ഉമ്മാർക്ക് പോലും തലനിർത്തി നടക്കാൻ കഴിയാത്ത ഈ കാലത്ത് സുബ്ഹാനല്ലാഹ്, ഇവിടെ അടുത്തല്ലേ കോഴിക്കോട് ജില്ലയിൽ നിന്ന് അറിയപ്പെട്ട കുടുംബത്തിലെ എഞ്ചിനീയറുമായി കല്യാണം ഉറപ്പിച്ചിട്ടുള്ള മുസ്ലിം നാമധാരിയായ ഒരു പെൺകുട്ടി സുബ്ഹാനല്ലാഹ് കല്യാണം നടത്താൻ ഗൾഫിൽ നിന്ന് വാപ്പ വന്നിരിക്കുകയാണ്. എത്രയോ മകൾക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. കല്യാണത്തിന് വേണ്ടി വീട്ടിലൊക്കെ പന്തലിട്ടിരിക്കുകയാണ്. പുതുപെണ്ണിനെ മണവാട്ടിയായി ചമയിച്ചുകൊണ്ട് പറഞ്ഞേക്കാൻ, വിഭൂഷതയായി പറഞ്ഞേക്കാൻ കുടുംബക്കാരും മുറ്റവരും ഉടയവരുമൊക്കെ തലേരാത്രി മൈലാഞ്ചി കല്യാണത്തിൽ സംഘടിച്ചിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. പിന്നെ പന്തലിലൂടെ പാതിരാവിൽ ബന്ധപ്പെട്ടവരെ ഉറങ്ങിയെന്ന് ഉറപ്പായപ്പോ പിറ്റേന്ന് ആഭരണങ്ങൾ അണിഞ്ഞുകൊണ്ട് നല്ല വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് പാപ്പന്റെ കൈപിടിച്ചുകൊണ്ട് ഉമ്മയുടെ സമ്മതം വാങ്ങിയിട്ട് മണവാളന്റെ മണിയറയിലേക്ക് ആർഭാട വണ്ടിയിൽ പോകേണ്ട പെണ്ണ് തലേന്നത്തെ രാത്രിയിൽ പതുങ്ങിപ്പോയത് അയൽവാസി ചെറുപ്പക്കാരന്റെ കൂടെയാ. സന്തോഷത്തോടെ ബിരിയാണി തിന്നിട്ട പന്തലില് സന്താപത്തിന്റെ കണ്ണുനീർ പേമാരി പോലെ പെയ്തിറങ്ങിയില്ല. ഇങ്ങനെയുള്ള കാലത്ത് പ്രിയപ്പെട്ട പെങ്ങള്
ഏതോ ഒരു ചെറുപ്പക്കാരൻ എവിടെ നിന്നോ ചിരിച്ചു എന്നതിന്റെ പേരില് അത് തന്നോടുള്ള ആടുമാർത്ഥമായ പുഞ്ചിരിയാണെന്ന് മനസ്സിലാക്കി ആ ചെറുപ്പക്കാരൻ ഏതാണ്, ആരാണ്, അവന്റെ വാപ്പാരാണ്, അവന്റെ ഉമ്മാരാണ്, അവന്റെ കുടുംബാതിരികളാരാണ്, അവൻ നിസ്കരിക്കുന്നവനാണോ, ലഹരിയുമായി ബന്ധമുള്ളവനാണോ എന്നും നോക്കാതെ കാടന്റെ മുന്നിൽ ചിരി അവന്റെ പഞ്ചാര ചിരിയിൽ കുടുങ്ങിയിട്ട് ചാടിപ്പോകുന്ന പെങ്ങള് അവസാനം തന്നെ ശരീരമാകുന്ന അഴകനെ കൊത്തിയെടുത്തുകൊണ്ട് ആ കാമവറിയനായ കഴുകനെ കുടിച്ചു തീർന്നാൽ പ്രിയപ്പെട്ടവരെ വേപ്പിലെ ചവച്ച് തുപ്പും പോലെ ഈ പെണ്ണന്മാരെയൊക്കെ പതിരാവിൽ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവന്ന് ചവച്ച് തുപ്പുകയല്ല. ഒരു അന്യ ചെറുപ്പക്കാരൻ ഏതോ ലോഡ്ജിൽ വെച്ചുകൊണ്ട് കൈമാറി പലരും ഉപയോഗിച്ച് നീ എത്ര സൗന്ദര്യമുള്ള പെണ്ണായിട്ടെന്താ, എന്റെ വാപ്പ എത്ര മഹാനായിട്ടെന്താ, അഭിമാനമുള്ള ഒരു മനുഷ്യന് ഈ സമൂഹത്തിൽ എന്നെ ഏറ്റെടുക്കുമോ? പ്രിയപ്പെട്ട ഉമ്മ വീട്ടിൽ നിന്ന് രാവിലെ നാസ്ത കഴിച്ചുകൊണ്ട് 8:30 മണിക്ക് ബസ് കയറിയിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ ഭൗതികമായ വിദ്യാസമ്പന്നയാകാൻ വേണ്ടി പുസ്തകങ്ങളും പേറി പോകുന്ന പെൺകുട്ടികളില് എത്ര പേരുടെ മൊബൈൽ നിങ്ങൾ പരിശോധിക്കാറുണ്ട്, എത്ര പേരുടെ പുസ്തകം നിങ്ങൾ പരിശോധിക്കാറുണ്ട്, എത്ര പേരുടെ രഹസ്യ സംഭാഷണം നിങ്ങൾ പരിശോധിക്കാറുണ്ട്. അങ്ങനെ പരിശോധിച്ചാൽ സ്വസ്ഥമായ ഉറക്കം പോലും നഷ്ടപ്പെടുന്ന ഞെട്ടുന്ന റിപ്പോർട്ടുകളെ നമ്മെ തേടിയെത്തുന്നതെങ്കിൽ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു പെങ്ങളെ? ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്ന കാരണമെന്നാര്? എത്ര പേരാ ഗൾഫിൽ പോയി സ്വന്തം മക്കൾ ഓർത്തുകൊണ്ട് നാട് കാണാതെ, കൂട്ടുകാരെ കാണാതെ, ഉമ്മയെ കാണാതെ, ഭാര്യയെ കാണാതെ, സ്വന്തം മക്കൾക്ക് വേണ്ടി അറബിയുടെ ആട്ടും തുപ്പും സഹിച്ചുകൊണ്ട് ഗൾഫിന്റെ മരുഭൂമിയിൽ പ്രയാസപ്പെട്ട പ്രവാസിയായി എല്ലുമുറിയെ പകലന്തിയോളം പ്രദോഷം മുതല് പ്രഭാത പ്രദോഷ ഭേദമില്ലാതെ പണിയെടുക്കുമ്പോ ഇങ്ങനെ പണിയെടുത്തുകൊണ്ട് കിട്ടിയിട്ടുള്ള നാണയത്തുണ്ടുകള് നാട്ടിലേക്ക് എല്ലാ സ്വാതന്ത്ര്യത്തിന്റെ പ്രവിശാലമായ സുഖാനുഭൂതിയിലേക്ക് വേണ്ടി അയച്ചു കൊടുക്കുന്ന ഗൾഫുകാരാ. നിങ്ങൾ എത്ര പേര് ഗൾഫിൽ പോയി കഷ്ടപ്പെടുന്നവരാ? അവർ പോലെ ഇടുങ്ങിയ റൂമില് അട്ടിയായി നിർമ്മിക്കപ്പെട്ട കട്ടിലിൽ കിടന്നുകൊണ്ട് കഷ്ടപ്പെട്ട് കൊല്ലങ്ങളായി കഷ്ടപ്പെട്ടുകൊണ്ട് പണിയെടുക്കുന്ന ആ പണിയെടുത്ത് കിട്ടിയിട്ടുള്ള കാശുകൊണ്ട് ഗൾഫിൽ ഈ കൊട്ടാരങ്ങൾ പണിയുന്നത് നിനക്ക് കടന്നു ശ്രമിക്കാനല്ല. പിന്നെയും നീ പോകുന്നത് അട്ടിയായി വെക്കപ്പെട്ട കട്ടിലിലേക്കാ. പിന്നെയും നീ പോകുന്നത് വിശ്രമമില്ലാത്ത പണിയിലേക്കാ. നാട്ടിലുണ്ടാക്കിയിട്ടുള്ള ഈ മാർഗിൽ കൊട്ടാരം ആർക്ക് വേണ്ടിയാ? അതിന് നിന്റെ ഭാര്യയ്ക്ക് വേണ്ടിയാ, നിന്റെ മക്കൾക്ക് വേണ്ടിയാ. നീയത്ത് നന്നായാൽ വിമർശിക്കപ്പെടേണ്ട കാര്യമില്ല. പക്ഷെ ഞാനൊരു കാര്യം കൂട്ടിച്ചേർക്കുകയാ. ഈമാനും ഇസ്ലാമുമില്ലാതെ, തഖ്വയുടെ ബോധമില്ലാതെ ചോദിക്കുന്നതൊക്കെ കടം വാങ്ങി അയച്ചു കൊടുത്തുകൊണ്ട് തന്റെ അഭാവത്തിൽ തന്റെ ഭാര്യ മക്കളും കഷ്ടപ്പെടരുത് എന്ന നീയത്തോട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചില ഭാഗങ്ങളിലേക്ക് വളരെ ശക്തമായി തുറക്കേണ്ട ചില ഭാഗങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്.
സ്വന്തം ഭാര്യയും മക്കളൊക്കെ നാട്ടിൽ തന്റെ അഭാവത്തിൽ കഷ്ടപ്പെടാതെ സ്വസ്ഥമായിട്ട് സന്തോഷിച്ചുകൊണ്ട് സമാധാനത്തിൽ കഴിയണം എന്ന നിയത്തിലായി പടച്ചവന്റെ ദീനിന്റെ നിയമങ്ങൾ വിസ്മരിച്ചുകൊണ്ട് അവരെ സുഖിപ്പിച്ചുകൊണ്ട് പോറ്റുന്ന മാതാപിതാക്കൾ, പ്രത്യേകിച്ച് പിതാക്കന്മാർ ചിന്തിക്കണം, നമ്മുടെ കുടുംബത്തിന്റെ അഡ്രസ് നഷ്ടപ്പെടാൻ പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തിരക്ഷിക്കട്ടെ. നമ്മുടെ സൃഷ്ടിപ്പ് ലക്ഷ്യം തന്നെ ആത്മാവ് അതിനുവേണ്ടിയാണ് ശരീരമാകുന്ന കൂടൊക്കെയുള്ളത്. തത്തയെ കൂട്ടിലിട്ട് പോറ്റുന്നത് പോലെയാണ്. തത്തയില്ലാത്ത കൂട് ഒന്നിനും പറ്റൂല. അങ്ങാടിയിൽ കൊണ്ടുപോയാൽ അതിന് ഒരു ചെലവും കിട്ടൂല. പക്ഷിയില്ലാത്ത കൂട് പൊക്കി പിടിച്ചിട്ട് പക്ഷി വേണമെന്ന് വെച്ചിട്ട് എന്താ കാര്യമില്ല. എന്നപോലെ ആത്മാവ് ശവമായി മാറിയാൽ പിന്നെ ഈ ശരീരം കൊണ്ട് ഒരു നേട്ടമില്ല. കാരണം ശരീരം ഒരു വലയാ. ആത്മാവ് അത് വല വീശുന്ന മുക്കുവനം, വല വീശുന്ന മത്സ്യവേട്ടക്കാരൻ. ഇവിടെ മത്സ്യം സ്വാലിഹായ ആളുകളാണ്. അതുകൊണ്ട് മത്സ്യം കിട്ടിയില്ല, വലയും പിടിച്ച് ഇങ്ങനെ നടന്നിട്ട് എന്താ കാര്യം? ഒരാള് ഐസ് വിൽക്കാൻ വേണ്ടി അങ്ങാടിയിലേക്ക് ആ ഐസും അവിടെ വെച്ചിട്ട് പിന്നെ അങ്ങാടിയിലുള്ള കടകളും അവിടെയുള്ള വാഴപ്പഴ കൊലയും അവിടെയുള്ള കടകോപ്പുകളൊക്കെ നോക്കിയിട്ട് സമയം പോകും. മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് വിൽക്കാനുള്ള ഐസിന്റെ പറ്റി തുറന്നു നോക്കുമ്പോൾ ഒക്കെ വെള്ളമായിട്ടില്ല. എന്നപോലെയാണ് ചില ആളുകൾ ദുനിയാവിലേക്ക് വന്നാൽ ഇവിടെയുള്ള ഐശ്വര്യങ്ങൾ, ഇവിടെയുള്ള അലങ്കാരങ്ങൾ, ഇവിടെയുള്ള വിഭവങ്ങളും, ഇവിടെയുള്ള സാമ്പത്തിക അഭിവൃദ്ധിയും, ഇവിടെയുള്ള സുഖങ്ങളൊക്കെ തേടി അതിലെ കരച്ച് വെച്ച് കുറച്ചങ്ങ് പോയപ്പോഴേക്ക് ലക്ഷ്യമൊന്നുമല്ലാതെ വെള്ളമായി പോയി. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് കല്യാണത്തിനിടയിൽ കാനയത്ത് മറക്കുക എന്ന് പറയുന്നത് പോലെ ദുനിയാവിന്റെ സുഖത്തിനിടയിൽ പരലോകത്തിന്റെ പ്രതാപം വിസ്മരിച്ചുകൊണ്ട് പടച്ചവനേൽപ്പിച്ച ലക്ഷ്യത്തിൽ നിന്ന് ഒളിച്ചോടിയാൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ തന്നെ ഇങ്ങനെ ജീവിച്ചു പോകാനേ കുഴപ്പമൊന്നുണ്ടായിരുന്നു. ഒന്നുമല്ലെങ്കിൽ ഞാനെങ്ങനെ ചിന്തിച്ചു, ഇനി ഒന്നല്ലെങ്കിൽ ഒരു 500 കൊല്ലം ജീവിച്ചാൽ മതിയായിരുന്നു. അല്ല, ഒരു 500 കൊല്ലം ജീവിക്കുന്ന ഉറപ്പാണെങ്കിൽ നമുക്ക് 499 കൊല്ലം ഒന്ന് കോച്ചറായിത്തരം കളിച്ച ആൾക്കായിരുന്നു. അവസാനത്തെ ഒരു കൊല്ലം തോപ ചെയ്തിട്ട് ഇത് എന്താ ഒന്നും പറയാൻ പറ്റൂല. നമ്മൾ ചില ആളുകളെ കുറിച്ചൊക്കെ പേപ്പറിൽ വായിക്കുന്നുണ്ട്. അഹമ്മദ് കുട്ടിയാജി മരിച്ചു 65. നിങ്ങളെന്താ മനസ്സിലാക്കി? 65 കണ്ട ആൾ 65 കൊല്ലം ജീവിച്ചു മനസ്സിലാക്കി? അല്ല, മുഹമ്മദ് കുട്ടിയാജി 65 ഉണ്ടെങ്കിൽ തൽക്കാലം ക്ഷമിക്കണം. നിങ്ങൾ എന്തായാലും വേണ്ടിയില്ല. പിന്നെ നമ്മൾ പേപ്പറിൽ ഇങ്ങനെ വായിക്കുമല്ലോ അല്ലേ? അബൂബക്കർ ഹാജി 65, അബ്ദുൽ ജലീൽ 71. കുറച്ച് കൂടുതൽ കിട്ടിയാലോ അപ്പുറത്ത് വീട്ടിൽ പറഞ്ഞതാ. ചിലപ്പോൾ ചെറുതാക്കി പറഞ്ഞ അതങ്ങ് അല്ലാഹു സ്വീകരിച്ചാലോ എന്ന് കരുതിയിട്ട് അപ്പുറത്ത് ആക്കി പറഞ്ഞേ. ഏതായാലും ബഹുമാനപ്പെട്ട തങ്ങളെ വർക്കത്തിൽ നമുക്ക് കാഫിയത്തുള്ള ദീർഘായി സെറ്റ്. അങ്ങനെ നമ്മൾ പേപ്പറിൽ കണ്ടാൽ എന്താ നമ്മൾ മനസ്സിലാക്കാം? അബൂബക്കർ 70, അബ്ദുസലാം 60 എന്ന് പറഞ്ഞാൽ 60 വല്ലാതെ ജീവിച്ചു എന്നാ നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ ഞാനും നിങ്ങളും പരമകുട്ടികളാണ്. അതല്ല 60 എന്ന് പറഞ്ഞാൽ 30 കൊല്ലം മനുഷ്യൻ ഉറങ്ങിത്തു. ഉറക്കം എന്ന് പറഞ്ഞാൽ മരിക്കുക. ഇനി നമ്മൾ മരിക്കാൻ പോകും. അന്നൗമു അഖുൽ മൗതി. ഉറക്കം എന്നത് മരണത്തിന്റെ ബ്രദറാണ്. മരണം തന്നെയാണ് ഉറക്കം. ആയത്തും അടിച്ചൊക്കെ പഠിപ്പിച്ച തത്വമാണത്. ഉറക്കം എന്നത് മരണം തന്നെയാണ്. പക്ഷെ ഭാഗിക മരണമാണ്. പൂർണ്ണമായ മരണം അത് വേറെയാണ്. ആ മരണം ഓർമ്മപ്പെടുത്താനാണ് അല്ലാഹു ഉറക്കപ്പെടുത്തുന്നത് എന്നാണ്. അപ്പൊ 60 കൊല്ലം ജീവിച്ചൊരു മനുഷ്യർ 30 കൊല്ലം ഉറങ്ങിത്തീർക്കാം. എന്നാ നീ 30 ഒരു മനുഷ്യൻ ജീവിതത്തിൽ അവൻ സ്വീകരിക്കേണ്ട വക്തകൾ മൊത്തം 5 അല്ലെങ്കിൽ 4. പ്രധാനമായി 5. ഒന്ന് ഇൽമ പഠിപ്പിക്കുക. 1. 2 മുഹാസബത്തുൻ നഫ്സ്, സ്വന്തം ശരീരത്തെ വിചാരണ ചെയ്യുക. 3 മുനാജാത്ത് റബ്ബ്, അല്ലാഹുവിനോട് സംഭാഷണം ചെയ്യാനുള്ള ഒരു സമയം. 4 സ്വാലിഹായ കൂട്ടുകാരുമായിട്ടുള്ള സഹവാസം. 5 ഹലാലായ ആഗ്രഹങ്ങളിൽ ഇടപെടുക. ഈ ഒരു 5 വക്തല്ലാതെ ഒരു വക്തത്തിൽ ഒരു ആക്കൽ ഒരു ബുദ്ധിയുള്ള മനുഷ്യനെ ഉണ്ടാവില്ല എന്ന് ഇമാമികളെ രേഖപ്പെടുത്തുകയാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ 5 ഒരു വക്തിൽ പെടാത്ത ഏതെല്ലാം വക്താണ് നമുക്കുള്ളത്? അതൊക്കെ ആർഭാടമാണ്, ആഭാസമാണ്, ആക്രാന്തമാണ്, ആക്രോശമാണ്, അഹങ്കാരമാണ്, ശൂന്യമാണ്, നരകത്തിലേക്കാണ് അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. 5 കാര്യം. ഒന്നുകിൽ ഇൽമ പഠിപ്പിക്കുക, അല്ലെങ്കിൽ നഫ്സ്, സ്വന്തം ശരീരത്തെ വിചാരണ ചെയ്യാൻ. അത് നന്നായിട്ട് നടക്കേണ്ട മാസമാണ് ഈ മുഹറം മാസം. ഹസിബൂ ബലൻ തുഹാസബൂ നബിയുനാ വഹബീബുനാ മുഹമ്മദ് മുസ്തഫ.
ഉമറൊക്കെ പറഞ്ഞു മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയുടെ മുമ്പിൽ വെച്ച് അവിടുത്തെ വല്യപ്പയായ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ ആമുഖമായ മുസ്തഫായുടെ സ്വലാത്തിന്റെ പൂച്ചെണ്ടുകൾ സമർപ്പിച്ചോ നബിയുനാ മുഹമ്മദ് മുസ്തഫ നബിയുനാ മുഹമ്മദ് മുസ്തഫ زر الطريق المصطفى وزد إقامة به زرت من زاوية قلبي زلزال زال تاه قلبي مذهبت وبين قافما تاب أمداد طه تالي تالي تال متلي لنيدم നീ പാർത്തേ അങ്ങ് മുങ്ങാതെ മഴച്ചാൽ മാഹിയോരെ പാക്ക് ലഗാതാർ വരെ നബി തിരോ താവിൻചാര മുഹമ്മദ് മുസ്തഫ ചൊല്ലിക്കോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ ഹാസിബോ ഫലം തുഹാസിബോ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പേ വിചാരണ ചെയ്യുക മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് തന്നെ പെരടിയിൽ ആരോ അടിച്ച കറുത്ത പാടുകൾ കാണുകയാ ജനങ്ങളുടെ ഇടയിൽ സംസാരമായി അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബിനെ ആര് അടിക്കാനാ ഇസ്രായേലോ കൈസറും പണിക്കുന്നതാണ് മിസ്രിൽ മുഖൗഖി കേട്ടുടനെത്തുന്നതാണ് അവരാണ് അമീറുൽ മുഅ്മിനീൻ ഉമറല്ലോ ജനസേവകന്മാർ ഉമ്മിമാമാണല്ലോ ഇസ്രാ കൈസരിന്റെ കൊട്ടകൊട്ടങ്ങൾ വിറപ്പിച്ച ആര് അടിക്കാന് ഉമറിനെ ആരും അടിക്കൂല മയ്യത്ത് കുളിപ്പിക്കുന്നവരെ ഞെട്ടുകയാണ് ഉമറിന്റെ ശരീരത്തിൽ അടിയുടെ പാടാ ഉമ്മമാരെ ആരാണ് ഉമറിനെ അടിച്ചു തരുന്നവയോ പുറത്തു നിന്ന് ആരുമല്ല പാതിരാവിന്റെ വീട്ടുകൊണ്ട് സ്വന്തം ശരീരത്തെ ഇതാണ് ചെയ്യുമ്പോ നടത്തുന്ന ഉമറങ്ങ് സ്വന്തം ശരീരത്തെ അടിച്ച് പാടുകളെ പുറത്ത് പ്രിയപ്പെട്ട മകളായ ഫാത്തിമയുടെ വീട്ടിൽ 10 മാസത്തോളം താമസിച്ചിരുന്ന ശംസുൽ ഉലമ എപ്പോൾ രാവിലെ ഉണർന്നാലും ചുടുവെള്ളം കുടിക്കുന്ന ശംസുൽ ഉലമ ചുടുവെള്ളം കൊടുക്കാൻ ഫാത്തിമ എന്ന പ്രിയപ്പെട്ട മോള് തയ്യാറാ എല്ലാ ദിവസങ്ങളിലും വാക്ക് കിടക്കുന്ന കട്ടിലിന്റെ അരികില് ഫ്ലാസ്കിൽ വെള്ളം കൊണ്ടുവന്ന് വെച്ചു കൊടുക്കുകയാ ഈ മകൾ പാകലാവിലോട് വാർത്തയെ നോക്കുന്നു വെള്ളം കുടിക്കുന്നു എന്ന് നോക്കുകയായ ശംസുൽ ഉലമ ഉറങ്ങാതെ തന്റെ കയ്യിലുള്ള ഇരുണ്ട തസ്ബീഹിന്റെ മാലയിൽ മണിമറിഞ്ഞുകൊണ്ടിരിക്കുകയാ സുബ്ഹാനല്ലാഹ് ചിലപ്പോഴൊക്കെ വാപ്പ ഒറ്റക്കായി കാണുന്ന റൂമിൽ നിന്ന് വാപ്പ ശാന്തമായി സംസാരിക്കുകയാ കരയുകയാ വാപ്പയുടെ റൂമിൽ ആരുമില്ലല്ലോ ആരുമില്ലാതെ വാപ്പ ആരോടാണ് സംസാരിക്കുന്നത് പിന്നെയാണ് ഫാത്തിമ മോൾക്ക് മനസ്സിലായത് ശംസുൽ ഉലമ സംസാരിക്കുന്നത് സ്വന്തം ശരീരത്തോടാ ചുടുവെള്ളം കുറിച്ചോ എന്നറിയാം ഈ മോളിക്കൽ പാതിരാവിൽ എണീറ്റുകൊണ്ട് മുത്തുകുത്തി ശംസുൽ ഉലമയുടെ അരികിലേക്ക് ഫ്ലാസ്ക് എടുത്ത് പൊളിച്ചു നോക്കുകയാ ഫ്ലാസ്ക് എടുത്തുകൊണ്ട് പൊക്കി നോക്കി പാപ്പ വെള്ളം കുടിച്ചോ എന്ന് പരിശോധിക്കാൻ വേണ്ടി പൊക്കി നോക്കിയപ്പോൾ ഉറങ്ങാതെ സ്വന്തം ശരീരത്തെ ഹിജാബ് നടത്തിക്കൊണ്ടിരിക്കുന്ന ശംസുൽ ഉലമ ഫ്ലാസ്കിന്റെ ശബ്ദം കേട്ടപ്പോൾ ചോദിച്ചു ആരാണത് പറഞ്ഞു മോളാണ്
എന്താ മോളെ നീ വന്നത്? ഞാൻ കൊണ്ടുവന്ന വെള്ളം നിങ്ങൾ കുടിച്ചോ എന്ന് പറയാൻ വേണ്ടി കാര്യം എന്നതാണെന്ന് പറഞ്ഞപ്പോ വലിയുള്ളായി പ്രിയപ്പെട്ട മോളോട് പറഞ്ഞില്ലേ, മോളെ ഉപ്പാന്റെ വിട്ട് ഉറങ്ങിയോ, ഉപ്പാക്ക് ആവശ്യമായ ഉപ്പ വെള്ളം കുടിക്കാം മോളെ. എന്തിനാണ് ആ വലിയ മനുഷ്യൻ പാതിരാത്രി ഉറങ്ങുകൊണ്ട് ഇങ്ങനെ ചൊല്ലിയിട്ട് സ്വന്തം ശരീരത്തെ ഹിസാബ് നടത്തിയത്? എന്തിനാ പ്രിയപ്പെട്ടവരെ, എന്തിനാണ് പ്രിയപ്പെട്ടവരെ, എന്തിനാ പ്രിയപ്പെട്ട ഉമ്മ? സിനിമാ സീരിയലുകള് വീടിന്റെ അകത്തളങ്ങളിൽ പാതിരാത്രി അടിച്ചടക്കി കാലത്ത് നിങ്ങളൊന്ന് കൈവച്ചുകൊണ്ട് ചിന്തിക്കണേ പൊന്നുമ്മ, ചിന്തിക്കണേ പൊന്നുമങ്ങളെ. അതുകൊണ്ട് ആത്മാവിന്റെ അലങ്കാരമാ മഹാന്മാരുടെ ലക്ഷ്യം, ആത്മാവിന്റെ പുഷ്ടിയാ സ്വാധീനങ്ങളുടെ ആത്മാവിന്റെ വികാസമാ മുഖീങ്ങളുടെ തേട്ടോ, ആത്മാവിന്റെ രക്ഷയാ സയാതരുടെ പാത, ആത്മാവിന്റെ സുഗന്ധമാ ഇസ്ലാം ഉൾക്കൊണ്ടവന്റെ തേട്ടോ, ആത്മാവിന്റെ പരിശുദ്ധിയാ പരാവൻ തക്കവ കൊടുത്ത ആളുകളുടെ ലക്ഷണോ. ആത്മാവാണ് ശരീരത്തിനകത്തുന്ന സമയത്ത് ആകാശകാശയിൽ നിന്ന് അള്ളാന്റെ സിദ്ധാത്മാക്കളായ മലയാളികളെ ഈ ആത്മാവിനോട് ഇൻഷാ അല്ലാഹ് വിളിച്ചു പറയുകയാണ്, നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ്യ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ആർഭാടത്തിൽ നിന്ന്, ആഭാസത്തിൽ നിന്ന്, ബഹളങ്ങളിൽ നിന്ന്, കോമഡിയിൽ നിന്ന്, സീരിയലിൽ നിന്ന്, സിനിമകളിൽ നിന്ന്, പലിശകളിൽ നിന്ന്, ഷത്തിൽ നിന്ന്, അഹങ്കാരത്തിൽ നിന്ന്, പൊങ്ങച്ചങ്ങളിൽ നിന്ന്, ദുരാചാരങ്ങളിൽ നിന്ന്, വിദഅത്തിൽ നിന്ന്, വലാലത്തിൽ നിന്ന്, വിധ്വംസക പ്രവർത്തനങ്ങളിൽ നിന്ന്, ഭിന്നിപ്പിൽ നിന്ന്, ചിത്രതയിൽ നിന്ന്, അനൈക്യത്തിൽ നിന്ന്, ഏഷണിയിൽ നിന്ന്, ഭീഷണിയിൽ നിന്ന്, അപമാനതയിൽ നിന്ന്, നിന്ദതയിൽ നിന്ന്, പരസ്പര പോരളികളിൽ നിന്ന്, ശത്രുതയിൽ നിന്ന്, ദോഷത്തിൽ നിന്ന്, ഈർഷ്യതയിൽ നിന്ന്, ആത്മീയതയിലേക്ക് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് സിക്രി തങ്ങൾ പങ്കെടുത്ത ഈ സദസ്സിൽ അവിടുത്തെ ഇടപെടലുകൾക്ക് വേണ്ടിയും പ്രാർത്ഥനയ്ക്ക് വേണ്ടിയും നീ മുത്തഅല്ലിം പഠിക്കുകയാ. ഞാൻ മൊത്തമായിട്ട് വിശദീകരിച്ച് പല കാര്യങ്ങൾ ഒറ്റവാക്കിൽ പറഞ്ഞങ്ങ് പോയതാണ്. അള്ളാഹു ഉൾക്കൊള്ളാൻ എനിക്ക് തോന്നി കേട്ടോ. ആള് പറയുന്ന ആൾ ആദ്യം നന്നാവണല്ലോ. അതുകൊണ്ട് എന്നെ പോലത്തെ ആളുകളൊക്കെ നന്നാൻ വേണ്ടി നിങ്ങൾ വരക്കണം. ആള് പറയുന്ന ആളുകളൊക്കെ അവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആള് പോലെ നന്നാവുകയാണെങ്കിൽ ഞങ്ങളൊക്കെ ഔലിയാക്കളോ, നിങ്ങളൊക്കെ ഒരു ദ്വാരന്റെ കുറവാൻ്റെ നിങ്ങൾക്ക് ദ്വാരന്നിട്ട് പോലത്തെ ആളുകളെ നന്നാക്കി തന്നെ പാതിരാവിൽ വന്നിട്ട് ഇങ്ങനെ അട്ടഹസിച്ചുകൊണ്ട് പോവാൻ ഞങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ തരുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഞങ്ങൾ നന്നായിട്ട് ജനങ്ങൾക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ 5 വക്തിലും അതെനിക്ക് പറയാനുള്ളത്. ഞങ്ങൾക്കൊക്കെ വേണ്ടി അമ്രാദുൽ ഖുലൂബും പേരിൽ നടത്തുന്നവരാണ് ഞങ്ങൾ. ഞാൻ എല്ലാവരും അല്ല പോലത്തെ മുസ്ലിമീങ്ങളെ നിങ്ങൾ ദ്വാരം ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടു. അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരും. അള്ളാഹു ഞങ്ങളൊക്കെ നന്നാക്കി തരും. അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരും. ആത്മാവിന്റെ രോഗം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സംഭവമാണ്. ഇതിന്റെ ഗഹനമായ പല ഭാഗങ്ങളും അങ്ങോട്ടൊന്നും ഞാൻ കയറിയിട്ടേ ഇല്ല. കാരണം ഇത് ഒരു ഇൽമിന്റെ അഹലുകാരുടെ ഉലമാഇന്റെ മുത്താലിമിങ്ങളുടെ ശാസ്ത്രമല്ല. അവരുണ്ട് ശാസ്ത്ര വലിയ ആലിമീങ്ങളായ മുത്താലിമിങ്ങൾ. എനിക്കിങ്ങോട്ട് ദർശി തരാൻ മാത്രമുള്ളവരാണ് ഇവിടെയുള്ള യൂണിഫോം ധരിച്ച എല്ലാവരും എനിക്കറിയാം. പക്ഷെ കൂടുതൽ അങ്ങനെയല്ല. ഒരുപാട് അന്വേഷകന്മാരും എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ അമല് ചെയ്യാൻ കൊടുക്കുന്ന ആളുകളൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ഉത്ബോധനം മാത്രമാണ് നടത്തിയത്. ഇതിൽ നിന്ന് കാര്യങ്ങൾ ഉൾക്കൊണ്ട് ആദ്യം ജീവിതത്തിൽ പകർത്താൻ എനിക്കും നിങ്ങൾക്കൊക്കെ അള്ളാഹു വസ്ത്രം നൽകട്ടെ. ബഹുമാനപ്പെട്ട തങ്ങളുടെ ഇടപെടലിലേക്ക് ഞാൻ വഴിമാറി കൊടുക്കുമ്പോൾ തങ്ങൾക്കൊരു പ്രയാസം കൊടുക്കാൻ വേണ്ടി മാത്രം ഞാനൊരു ചെറിയ കാര്യം കൂടി ചെയ്യണം. തേന തയ്യാൻ കൊണ്ട് കൊടുത്തോളൂ. അവിടെ കുറച്ച് കോഴിമുട്ട കാണുന്നുണ്ട്. അത് ലേലം വിളിക്കാറല്ലേ? എനിക്ക് ആംബുലൻസ് ആക്കാലോ? ലേലം വിളിക്കാറല്ലേ? എത്രണ്ട് ചെനുള്ള ആടിനെ മാർക്കറ്റില്ല, ചെനുള്ള പെണ്ണിനെ മാർക്കറ്റില്ലാത്തുള്ളൂ. അതുകൊണ്ട് ഇവിടെ ചെനുള്ള ഒരു ആടുണ്ട്. പാല് കഴിഞ്ഞാലും പോയാലും ഇവിടെ ഇങ്ങനെയാണ് പ്രധാനപ്പെട്ട പരിപാടികളൊക്കെ വരുന്നത്. പരമാവധി അത്യാവശ്യം ഉള്ള ആളുകൾ അടക്കം വളരെ അത്യാവശ്യമാണെങ്കിൽ 1-2 ആളുകൾക്ക് എഴുന്നേറ്റ് വന്നു കഴിച്ചാൽ മറ്റുള്ളവർക്ക് ഒന്ന് സാധിച്ചാൽ ഇൽമിന്റെ സാധിക്കും ഒരുപാട് സാധിച്ചു ഇരിക്കണമെന്ന് പ്രത്യേകം പറയുകയാണ്. ഇവിടെ ഒരു ആടുണ്ട്. ആട് എല്ലാ അമ്പിയാക്കളും നോക്കിയ ജീവിയാണ്. ഒരൊറ്റ നബിയും ആടിനെ മേക്കാത്ത
ഒരൊറ്റ നബി ഉണ്ടായിട്ടില്ല എന്ന് മുഹമ്മദ് അതിലൊരുപാട് അത് ആദ്യം പിന്നീട് നബിമാരാകുന്ന പിന്നീട് നബുവത്തിന്റെ നിയോഗ പുരുഷന്മാരായി രംഗപ്രവേശനം ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു തആല ആദ്യം ആടുകളെ ഏൽപ്പിക്കാനുള്ള കാരണത്തിൽ ഒന്ന് അവർ ഉമ്മത്തിനെ പരിപാലിക്കാനുള്ളവരാണ്, അവർ സമൂഹത്തെ സംസ്കരിക്കാനുള്ളവരാണ്. അപ്പൊ ആടിനെ ഇങ്ങനെ പരിപാലിച്ച് ആടിനെ സ്നേഹിച്ച് ആടിനെ കൂട്ടത്തോടെ കൊണ്ടു നടന്നിട്ട് ഒരു പരിശീലനം നടത്തി. അതിനുവേണ്ടിയാണ് പിന്നീട് ഉമ്മത്തിനെ സംസ്കരിക്കുന്ന പരിപാലിക്കുന്ന ഉമ്മത്തിനെ നന്നാക്കുന്ന മുഴുവൻ നബിമാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം ആടുകളെ കൊടുത്തത് എന്ന് മഹാന്മാരെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ആടുകൾ എന്ന് പറഞ്ഞാൽ അമ്പിയാക്കളുടെ സ്പർശനമുള്ള ജീവിയാണ്, അമ്പിയാക്കളത്തെ വളർത്തിയ ഒരു ജീവിയാണ്. ഒരു വീട്ടിലെ ആടുണ്ടായാൽ വലിയ വർക്കത്താണ് എന്ന് ഹദീസിൽ കാണാൻ കഴിയും. എന്ന് മാത്രമല്ല, ഭൂമിയുടെ അടിയിലുണ്ടാകുന്ന മുസീബത്തൊക്കെ നേരത്തെ ആട് ഒപ്പിയെടുക്കും. പാതിരാത്രിയിലൊക്കെ ആടിന്റെ കരച്ചിൽ കേട്ടാൽ ഒന്നുകിൽ ഒഴിഞ്ഞിൽ ഓടണോ, അല്ലെങ്കിൽ പിന്നെ അടുത്ത എവിടെ കള്ളന്മാരുണ്ടാവും. രണ്ടാലൊന്നിനെ കണ്ടാലേ ആട് കൂടുതൽ കാര്യമുള്ളൂ. അപ്പൊ ഞാൻ വന്നേടെ മുതൽ തുടങ്ങിയത് ആടിന്റെ കരച്ചിൽ. കാരണം ആടിനറിയാം ഞാൻ ഏതാ സൈസ് എന്നുള്ളത്. ഇനിയിപ്പോ ഞാൻ ആ കരച്ചിൽ നിൽക്കുള്ളൂ. അപ്പൊ ആട് കള്ളനെ കണ്ടാൽ അല്ലെങ്കിൽ ഭൂമിന്റെ പുൽക്കത്തിന് സിഗ്നലൊക്കെ കിട്ടുമ്പോഴാണ് ആടുകൾ നല്ലതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. അപ്പോ ഇത് ഒരു ആട് ഈ